പാമ്പാടി NMLP സ്കൂളിൻ്റെ 110ാമത് വാർഷിക ആഘോഷത്തിലേക്കും പഠനോത്സവത്തിലേക്കും ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 110ാമത് വാർഷികം ആഘോഷിക്കുന്ന പാമ്പാടി NMLP സ്കൂളിൻ്റെ ഈ വാർഷിക ദിനത്തോടനുബന്ധിച്ച് കടന്നു വരുവാനും ഈ സന്തോഷവേളയിൽ പങ്കുചേരുവാനും എനിക്കും സാധിച്ച് വളരെ സന്തോഷമുണ്ട്. 1992 മുതൽ ഇവിടെ ടീച്ചറായും അതിനുശേഷം പ്രഥമ അധ്യാപികയായും 31 വർഷക്കാല സേവനമനുഷ്ഠിക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഈ വളരെ പ്രശാന്ത സുന്ദരമായ ഈ വിദ്യാലയ അന്തരീക്ഷം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വളരെ അനുഗ്രഹമാണ്. അറിവ് നൽകുന്നതോടൊപ്പം ശാന്തിയോടുകൂടിയ ഒരു അറിവാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഹെലൻ കെല്ലർ പറഞ്ഞതുപോലെ ശാന്തിയില്ലാത്ത അറിവ് വെറും പ്രയോജനമില്ലാത്തതാണ്. ആ ശാന്തിയോടുകൂടിയുള്ള അറിവ് ഈ വിദ്യാലയത്തിൽ നിന്ന് അനേകർക്ക് കൊടുക്കുവാനായിട്ട് ദൈവം സഹായിക്കുന്നു, പിന്നെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളും ഇവിടെ വന്ന് പഠിക്കുകയും വളരെ പ്രഗത്ഭരായി തീരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വിദ്യാലയം വളരെ അനുഗ്രഹമായി ഇനിയും മുന്നോട്ടുള്ള കാലങ്ങളിലും ഈ വിദ്യാലയം അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ ഈ സ്കൂളിൻ്റെ NMLPS പറച്ചാമുണ്ടി സ്കൂളിൻ്റെ 110ാമത് വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ ഈ സമ്മേളനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകരായ ഡോർവിനും ഇന്നിവിടെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഈ സ്കൂളിൽ അനേക വിദ്യാർത്ഥികൾ, ഇപ്പോൾ 110 വർഷം എന്ന് പറയുമ്പോൾ അനേക കുട്ടികളെ സംഭാവന ചെയ്തൊരു സ്കൂളാണ്. അവരൊക്കെ ഇന്ന് ഉന്നത പദവിയിലുണ്ട്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വക്കീലന്മാരുണ്ട്. അപ്പോൾ അന്ന് ഈ നാട്ടിൽ ഒരു വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലായിരുന്ന ഒരു കാലത്ത് മിഷണറീസ് ഇവിടെ വന്ന് ഈ സ്കൂൾ ആരംഭിച്ചപ്പോൾ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കുവാൻ തക്കവണ്ണമാണ് ഈ സ്കൂൾ ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകുകയും അതുവഴി അനേക കുഞ്ഞുങ്ങൾ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇവിടുത്തെ അധ്യാപകർ, ഇവിടെ സേവനം അനുഷ്ഠിച്ച അധ്യാപകരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ സ്കൂളിനെ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഇവിടെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത്. അനേക കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നന്നായിട്ട് അവർക്ക് പാഠ്യപദ്ധതി തന്നെയല്ല, പാഠ്യേതര പദ്ധതികളിലും അവരുടെ കഴിവുകൾ തെളിയിക്കുവാൻ തക്കവണ്ണം അധ്യാപകർ വളരെ അശ്രാന്തമായി പരിശ്രമിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഇവിടെ വിടുന്നുണ്ട്. എല്ലാം കൊണ്ടും ഈ നാടിന് ഏറ്റവും അഭിമാനകരമായ രീതിയിൽ നിലനിൽക്കുന്ന ഈ സ്കൂള് എന്നും മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാൻ ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ. സഭ ഇതിൻ്റെ കൂടെയുണ്ട്, നാട്ടിലെ ജനങ്ങൾ ഇതിനൊപ്പമുണ്ട്. എല്ലാവരുടെയും പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, മെമ്പർമാർ എല്ലാവരും ഇതിനെ ആത്മാർത്ഥമായി തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സമ്മേളനം ഇന്നിവിടെ നടത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു ദിവസവും ആണ് എന്ന് വിശ്വസിക്കുന്നു.
തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ 110ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട്. നമ്മളിവിടെ പഠിപ്പിച്ചു പോയ അധ്യാപകരൊക്കെ ഇവിടെ എത്തും. എല്ലാ വർഷവും അങ്ങനെ ഒരു പതിവ് ഇവിടെയുണ്ട്. നല്ല അധ്യാപകർ, നല്ല വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് അവർ 4ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എന്നും ഈ സ്കൂളിനെ അവരുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഉള്ള എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് അധ്യാപകർ അവരെ ഈ 4ാം ക്ലാസ് കഴിഞ്ഞ് അവർ ഈ സ്കൂളിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധമായ ആശംസകളും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ സ്കൂളിന് ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ. ഞാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാളാണ്. 60 വർഷത്തിന് മുമ്പാണ് ഞാനിവിടെ പഠിച്ചത്. കൃത്യമായ കാലയളവല്ല, എന്നിരുന്നാലും എൻ്റെ കുട്ടികൾ 2 പേരുണ്ട്. അവർ 2 പേരും കൂടിയാണ് പഠിച്ചത്. ഹൈസ്കൂള് എൻ്റെ ഓർമ്മയിൽ എന്നും ഉള്ളത് എൻ്റെ സ്കൂളിൻ്റെ അയൽവാസി കൂടി അടുത്തതാണ് വീട്. അപ്പം ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ ഇതിനോട് പങ്കെടുക്കാറുണ്ട്. പിന്നെ അടുത്ത സ്കൂളാണ് എൻ്റെ ഹൈസ്കൂള്. അവിടും ഇതും എനിക്ക് എന്നും എൻ്റെ മാതൃവിദ്യാലയങ്ങളാണ്. ഇതിൻ്റെ എല്ലാവിധ പുരോഗതിയിലും മുന്നോട്ടുള്ള എല്ലാ നടത്തിപ്പിലും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ടവർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരും എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ യോഗ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്നതായ പാമ്പാടി പഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി ശൈലജൻ അവരുടെ വളരെ സ്നേഹത്തോടുകൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി നമ്മൾ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. അത് കമ്പയർ ചെയ്യാനായിട്ട് സ്കൂളിലെ അധ്യാപകനായ സാറിനെ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. അതിനായി 4ാം ക്ലാസ്സിലെ കുട്ടികളെ ഈശ്വര പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. അധ്യയനത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽ ഈ സമയം വരെ കാത്തുപരിപാലിച്ച സർവേശ്വരന് ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ 110ാമത് വാർഷിക ആഘോഷത്തിൽ പങ്കുചേരുന്നതിന് നമുക്ക് വളരെയധികം സന്തോഷമുണ്ടല്ലോ. കുട്ടികളുടെ സർവ്വതോന്മുഖമായ കഴിവുകളെ തൊട്ടു നടത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൂൺ 1 സ്കൂൾ തുറന്ന പ്രവേശനോത്സവത്തോടുകൂടെ നമ്മുടെ വിദ്യാരംഭം ആരംഭം കുറിച്ചു. പിന്നീടുള്ള 10 മാസങ്ങൾ ദിനാചരണങ്ങളും ആഘോഷങ്ങളും കലാകായിക പ്രവൃത്തി പരിചയമേള എന്നിവയിലൂടെ നാം കടന്നുപോയി തോന്നുന്നു. കുട്ടികൾ ആർജിച്ച പഠന നേട്ടങ്ങളും ശേഷികളും ഇന്ന് ഈ പഠനോത്സവത്തിൽ നമുക്ക് ദർശിക്കാം. അതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡാർവിനും ടോൾവിനും ചലച്ചിത്ര രംഗത്ത് നേടിയെടുത്ത വിജയം. 110 വർഷം പഴക്കമുള്ള വിദ്യാലയത്തിൽ 1, 2, 3 തലമുറ വിദ്യ അഭ്യസിച്ച് സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന അനേകം വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുവാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. അതിനായി നിങ്ങളുടെ സാന്നിധ്യ സഹകരണം അഭ്യർത്ഥിക്കുന്നു. എന്നിൽ നിശബ്ദമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വാർഷിക ആഘോഷത്തിൽ അധ്യക്ഷനായി ശ്രീമതി ശൈലജൻ അവരാണ്. ഈ തിരക്കിട്ട സമയത്തും ഞങ്ങൾ ക്ഷണിക്കുകയും വരാമെന്ന് എടുക്കുകയും ചെയ്ത് ഈ വാർഷികാഘോഷത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീമതി ശൈലജൻ നമ്മുടെ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് MLA ചാണ്ടി ഉമ്മൻ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തക്ക സമയത്ത് ഇവിടെ എത്തുമെന്ന് ഇപ്പം തന്നെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അധികം താമസിക്കാതെ തന്നെ അദ്ദേഹം ഈ വേദിയിലേക്ക് വരുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ചാണ്ടി ഉമ്മൻ MLAക്ക് ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡാനി റോയിയാണ് മുഖ്യ സന്ദേശം നൽകാനായി കടന്നു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം കടന്നു വരുന്നതായിരിക്കും. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ആശംസ അർപ്പിക്കാനായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അനീഷ് പന്താക്കൽ
അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് ഈ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. RIT റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ വിൻസെൻ്റ് ജി അവറുകൾ നമ്മളിപ്പോൾ അല്പം സമയത്തിന് മുന്നേ ഇവിടെ വന്നിട്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞ് അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ അദ്ദേഹം കടന്നുപോയി. അല്പസമയത്തിന് വേണ്ടി കടന്നു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഈ മീറ്റിങ്ങിലേക്ക് സാധുമായി സ്വാഗതം ചെയ്തു. ഈ സ്കൂളിൽ അനേക വർഷം ടീച്ചറായി അതിനുശേഷം എഡ്യൂഷണറായി സേവനം ചെയ്ത ശ്രീ മറിയാമ്മ ജോർജ് ഇന്നിവിടെ സന്നിധിതരായിട്ടുണ്ട്. ടീച്ചറിനെ വേറെ സന്തോഷത്തോടു കൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ ഇന്ന് ഈ വാർഷിക ആഘോഷത്തിലേക്ക് പൊതുപ്രവർത്തകനായ അനിൽകുമാർ സാറിനെയും ഈ മീറ്റിങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ഈ പാമ്പാടി വെള്ളൽ ചർച്ച് എഡിറ്ററായിരിക്കുന്ന ശ്രീ MD ജെയിംസ് സാറിനെ ഈ മീറ്റിങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറെ സന്തോഷത്തോടുകൂടി നമുക്ക് അഭിമാനത്തോടുകൂടി നമ്മൾ നിൽക്കുന്നത് എന്താ ചോദിച്ചാൽ ചലച്ചിത്ര യുവ സംവിധായകന്മാരായ ശ്രീ ഡാർവിൻ ഡോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് രണ്ടുപേരെയും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ വാർഷിക ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഈ റിട്ടയർഡ് SI ചങ്ങനാശ്ശേരി ടോം മാത്യു സാറും അതുപോലെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരാമെന്ന് ഏറ്റിട്ടുണ്ട്. രണ്ട് സമയത്തിനുള്ളിൽ അദ്ദേഹം കടന്നു വരും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. NMH സ്കൂളിൻ്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ശ്രീ ഇന്ത്യൻ ജോൺസൺ ഫിലിപ്പ് അധ്യാപകനെ ഈ മീറ്റിങ്ങിലേക്ക് സാദരമായി സ്വാഗതം ചെയ്തു. ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റായി സേവനം ചെയ്യുന്ന ശ്രീമതി സോമ സുജിത്ത്, സ്കൂൾ ലീഡറായിരുന്ന ഭരതനലി, സ്റ്റാഫ് സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ശ്രീ സ്റ്റാൻലി ജി അവറുകൾ എന്നിവരെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഈ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തു. കൂടാതെ പഠനോത്സവത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന കലാപരിപാടികളിലും പഠന നേട്ടങ്ങളും പങ്കുവയ്ക്കുന്നതിനായി കൂട്ടുകാരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വേദിയിലായിരിക്കുന്ന മാതാപിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും വിശിഷ്ട അതിഥികളെയും എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സാദരമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കുട്ടികളെ രാവിലെയും ആയിട്ടും വളരെ സന്തോഷത്തോട് സുരക്ഷിതത്തോടുകൂടി ഓട്ടയിൽ കൊണ്ടുവന്നിരിക്കുന്ന ശ്രീ സോബിജിനെയും കുട്ടികൾക്ക് രുചികരമായ ആഹാരം വിളമ്പിക്കൊടുക്കുന്ന ഓമനത്തിനെയും ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്ത് ഈ പരിസരത്ത് പ്രദേശത്തായി നിൽക്കുന്നവരെയും ഈ ഹാളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർഷകത്തിൽ നന്ദി, നമസ്കാരം. സ്വാഗതം അറിയിക്കുന്നു. തുടർന്ന് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഇന്ദുസി ജോസ് അധ്യാപികയെ ക്ഷണിക്കുന്നു. 2023-24 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട്. സ്കൂൾ വർഷത്തെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസങ്ങൾ വരെ നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് 2023-24 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. 1914 വിദേശ മിഷണറിയായ EH നോയൽ അവർ ഈ സ്കൂൾ സ്ഥാപിച്ചു. സ്കൂൾ 110 വർഷം പിന്നിടുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ ധാരാളമുണ്ട്. അവരിൽ കൂടുതൽ ആളുകളും പ്രശസ്തരും പ്രഗത്ഭരുമായി തീർന്നിട്ടുണ്ട്. കാലം ചെയ്ത UNPC ഓണർ നമ്പർ റിട്ടയർഡ് പ്രൊഫസർ എബ്രഹാം പാമ്പാടി, റിട്ടയർഡ് DDC AJ രവികുമാർ, റിട്ടയർഡ് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ശ്രീ MM മർക്കോസ്, അഡ്വക്കേറ്റ് സണ്ണി പാമ്പാടി, റിട്ടയർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്
ശ്രീ PM രാജു, സിനിമ മേഖലയിലെ യുവ സംവിധായകൻ ശ്രീ ബാബി കുര്യാക്കോസ്, നിർമ്മാതാവ് ഡോർവിൻ കുര്യാക്കോസ് തുടങ്ങിയവർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ചിലരാണ്. ഇവരെ കൂടാതെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ധാരാളമുണ്ട്. അത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമാണ്. പ്രവേശനോത്സവം 2021 ജൂൺ 1 പ്രവേശനോത്സവം നടത്തപ്പെട്ടു. വിശിഷ്ടാതിഥികൾ പുതിയതായി സ്കൂളിലെത്തിയ കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് പാമ്പാടി വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഈ സ്കൂളിൽ ശ്രീമതി അന്നമ്മ ചെറിയാൻ പ്രഥമ അധ്യാപികയായും സീനിയർ അസിസ്റ്റന്റ് ശ്രീ സ്റ്റാൻലി ജി, ശ്രീമതി ഇന്ദുസി ജോസ്, ശ്രീ നിതിൻ ജോൺസൺ, ശ്രീമതി ലീന എന്നിവർ അധ്യാപകരായി പ്രവർത്തിക്കുന്നു. LKG മുതൽ 4ാം ക്ലാസ് വരെ അധ്യയനം നടത്തിവരുന്നു. കുട്ടികളുടെ അക്കാദമിക് പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടുകൂടി നടത്തിവരുന്നു. രാവിലെ 9 സ്കൂൾ അസംബ്ലി കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. തുടർന്ന് എല്ലാ ദിവസവും അസംബ്ലിക്ക് ശേഷം അധ്യാപകരായ ശ്രീമതി ഇന്ദുസി ജോസ്, ശ്രീ സ്റ്റാൻലി ജി എന്നിവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ കലാപഠനവുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലാസുകൾ അധ്യാപകനായ ശ്രീ നിതിൻ ജോസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. അതിലൂടെ കുട്ടികളുടെ സർവാംഗീണ കഴിവുകൾ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ നൽകി വരുന്നു. പ്രവൃത്തി പരിചയമേള ഒക്ടോബർ 17, 18 തീയതികളിൽ സെന്റ് തോമസ് ഹൈസ്കൂളിൽ വെച്ച് പ്രവൃത്തി പരിചയമേള, ശാസ്ത്രമേള എന്നിവ നടത്തപ്പെട്ടു. 5 ഐറ്റത്തിന് പങ്കെടുത്തു. മെറ്റൽ ഷീറ്റ് വർക്ക് ഫർദീൻ C ഗ്രേഡ്, ഫാബ്രിക് പെയിന്റിംഗ് ദേവജിത്ത് KS C ഗ്രേഡ്, പാം ലീവ്സ് പ്രോഡക്റ്റ് സിയാമോൾ CB B ഗ്രേഡ്, ക്ലേ മോഡലിംഗ് അശ്വിൻ രാജീവ് C ഗ്രേഡ്, കോക്കനട്ട് ഷെൽ പ്രോഡക്റ്റ് സിയോൺ CB C ഗ്രേഡ്, പേപ്പർ ക്രാഫ്റ്റ് വർക്ക് അപ്സര C ഗ്രേഡ്, സയൻസ് സ്റ്റീൽ മോഡൽ ആദിത്യൻ ആൻഡ് ഫർമാൻ C ഗ്രേഡ്, വേസ്റ്റ് മെറ്റീരിയൽ ശിവ C ഗ്രേഡ്. പാമ്പാടി പഞ്ചായത്തിൽ 6ാം വാർഡ് മെമ്പറായിരിക്കുന്ന ശ്രീമതി ഷേർലി തെരിയൻ ആൻറ്റി നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷം ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. ഉദ്ഘാടകനായി ഇവിടെ എത്താം എന്നറിയിച്ചിരിക്കുന്നത് നമ്മുടെ ഏറെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ അവറുകളാണ്. 3 മണിയോടുകൂടി ഇവിടെ എത്തും എന്നാണ് പറഞ്ഞത്. സമ്മേളനം തുടങ്ങിക്കോളാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മീറ്റിംഗ് തുടങ്ങിയത്. അദ്ദേഹത്തിന് കായംകുളത്തിന് മറ്റൊരു പരിപാടിക്ക് പോകേണ്ടതുകൊണ്ട് ഇവിടെ വരികയും ഉദ്ഘാടനം നടത്തുകയും പെട്ടെന്ന് പോവുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് പോകുന്നതായിരിക്കും. അദ്ദേഹം ഇവിടെ എത്തും എന്ന് അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായ 2 പൂർവ്വ വിദ്യാർത്ഥികളാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത്. ചലച്ചിത്ര സംവിധായകൻ ശ്രീ ഡാർവിൻ, നിർമ്മാതാവ് ശ്രീ ഡോൾവിൻ. ഈ സ്കൂളിൽ പഠിച്ച കുട്ടികളാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു അത്ഭുതം തോന്നുകയാണ്. ഇപ്പം അവർ പൂരപ്പുഴ പഞ്ചായത്തിലാണ് അവരുടെ വീട്. ആഴ്ചയിൽ 1 വരും. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഇവിടെ സ്കൂൾ തുടങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള കുഞ്ഞുങ്ങളൊക്കെ ഈ സ്കൂളിലാണ് വന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവർ 2 പേരും ഇരട്ട കുട്ടികളാണ്. ഇവരെ ഒന്നിച്ച് ഈ സ്കൂളിൽ പഠിച്ച് അവരുടെ വിദ്യാഭ്യാസം 4ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളായ കുഞ്ഞ് നമ്മുടെ നിതിൻ സാറും ഒക്കെ ഇവിടെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പഠിച്ചു വന്നിട്ട് നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് ചലച്ചിത്ര നിർമ്മാതാവും സംവിധാനവും ഒക്കെയായി പോവുക എന്ന് പറയുമ്പോൾ ആ കാര്യത്തിലൊക്കെ അവരുടെ അഭിരുചി നേഴ്സിംഗ് അല്ലായിരുന്നു, മറ്റൊരു കാര്യത്തിലേക്കായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അവരിവിടെ സൂചിപ്പിക്കും. അവരെങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നതെന്ന് അവർ സൂചിപ്പിക്കുന്നതാണ്. ഏതായാലും നമുക്ക് അഭിമാനമായി 2 യുവപ്രതിഭകളാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ HM അന്നമ്മ ചെറിയാൻ ടീച്ചർ, മറ്റധ്യാപകർ, സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് സോമ, സ്കൂൾ ലീഡർ ഫർദീൻ അലി, സ്റ്റാഫ് സെക്രട്ടറി സ്റ്റാലിൻ ജി, മറ്റധ്യാപകർ, രക്ഷകർത്താക്കൾ, ഈ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായി ഇവിടെ എത്തിയിരിക്കുന്നവർ, പ്രിയപ്പെട്ട ഏറെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ NMLP സ്കൂളിൻ്റെ ജീവചരിത്രമാണ് ഇവിടെ ടീച്ചർ റിപ്പോർട്ടായിട്ട് അവതരിപ്പിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ഒട്ടും പിന്നോട്ടല്ല.
സബ് ജില്ലാ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ മികവോടെ എല്ലാ കാര്യങ്ങളും ഒന്നാമതായി തന്നെ എത്താറുണ്ട്. ഇവിടെ നല്ല പരിശീലനമാണ് നമ്മുടെ അധ്യാപകർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നമുക്കറിയാം. നമ്മളെല്ലാ വർഷവും ഇതുപോലെ കൂടാറുണ്ട്. ഇപ്പം മധ്യവേനൽ അവധിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. പരീക്ഷ ഇന്നലെ കൊണ്ട് കഴിഞ്ഞു. കുഞ്ഞുങ്ങളൊക്കെ 2 മാസത്തേക്ക് അവധിയിലേക്ക് അമ്മ വീട്ടിൽ പോകുന്നു, അല്ലെ അവർ പലവിധമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയാണ്. കൊടും ചൂടാണ്. ഇപ്പം തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ്. ഓടിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ഇരുന്നിട്ട് ചൂടാണ് അനുഭവപ്പെടുന്നത്. തൊട്ടടുത്ത് വൃക്ഷങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് ചൂട് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പം നമ്മളോട് പറയുന്നത്, ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്, രാവിലെ 10 മണി 10:30 കഴിയുമ്പോൾ നമ്മൾ വെളിയിൽ ഇറങ്ങരുതെന്ന്. വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയം നമ്മൾ കഴിവതും വെയിൽ കൊള്ളാതെയൊക്കെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഏതായാലും സ്കൂൾ അടച്ചു, കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞു. നിങ്ങളെല്ലാം 4ാം ക്ലാസ്സിൽ നിന്ന് അടുത്ത സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിലേക്ക് പോകേണ്ട കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. LKG മുതലുള്ള കുട്ടികൾ പുതിയ സ്കൂൾ വർഷത്തിൽ ഇവിടെ കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം ഈ സ്കൂള് ഒരു കാലഘട്ടത്തിൽ ഇവിടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി ഇംഗ്ലീഷ് മിഷണറിമാർ ഇവിടെ വന്നപ്പോൾ സഭയുടെ പ്രത്യേകമായിട്ട് നമ്മുടെ ജെയിംസ് സാർ ഇവിടെ ഇരിപ്പുണ്ട്. സഭ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്കൂൾ തുടങ്ങുകയും ഈ സ്കൂളിൻ്റെ പ്രവർത്തനം ഈ 110 വർഷമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഈ പ്രദേശത്ത് ഈ സ്കൂളിനുണ്ട്. ഇവിടെ പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ അഡ്വക്കേറ്റ് സണ്ണി മാമ്പാടിയെ പോലെയുള്ളവർ ഈ സ്കൂളിൽ പഠിച്ചവരാണ്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വക്കീലന്മാരുണ്ട്. ഇപ്പം വേണ്ട നമ്മൾ അറിയപ്പെടാത്ത, ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത 2 യുവ വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ നാളെ നിങ്ങളൊക്കെ ആരായി തീരുമെന്ന് നമുക്ക് ആർക്കൊന്നും പറയാൻ പറ്റില്ല. അന്നൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ ഭാവി എന്തായി തീരുമെന്ന് നമുക്കറിയാമില്ലേ. പക്ഷേ അവരുടെ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. മാതാപിതാക്കൾക്കില്ലെങ്കിലും അധ്യാപകർക്ക് വളരെയേറെ പറയുവാനുണ്ട്. ഇവിടെ നമ്മുടെ മറിയാമ്മ ടീച്ചർ ഇരിപ്പുണ്ട്. ടീച്ചറെ കുട്ടികളെ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്. നിതിൻ പറഞ്ഞ എൻ്റെ ക്ലാസ്മേറ്റ്സാണ്, അവരിവിടെ പഠിച്ചതാണ്. അങ്ങനെ എത്രയോ പേർക്ക് ഇവരെക്കുറിച്ച് പറയുവാൻ കാണും. അപ്പോൾ വരും തലമുറയിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ആരൊക്കെയായി തീരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അവർ സമൂഹത്തിലെ ഒന്നാമതായി വരുന്ന കുഞ്ഞുങ്ങളായിട്ട് കടന്നു വരുമ്പോൾ ഈ സ്കൂളിനെ നിങ്ങൾ തീർച്ചയായിട്ടും കരുതുകയും കാണുകയും ചെയ്യണം. നമ്മളൊക്കെ പഠിച്ച സ്കൂളിനെ ഒരിക്കലും മറക്കാറില്ല. നമ്മളൊക്കെ ഏത് പ്രായത്തിൽ ചെന്നാലും ഇവിടെ ജോയിച്ചാൻ ആളുകളെ ജോയിച്ചാൻ എന്ന് പറഞ്ഞു ഞാനിവിടെ പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ അഭിമുഖം പറഞ്ഞു. ഇവിടെ കുറച്ച് സമയം മുമ്പേ ഇവിടെ നമ്മൾ ഒരു അഭിമുഖ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പഠിച്ച സ്കൂൾ. അപ്പം അഭിമാനത്തോടെ പറയുന്നത് നമ്മൾ ദൂരെ പോയി പഠിക്കുക, നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ സൗകര്യം അനുസരിച്ച് പഠിക്കുക. ഇന്ന് നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ ദൂരോട്ടൊക്കെ വിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ പരിമിതമായ ആ വലിയ ഒരു സാഹചര്യമില്ലായിരുന്ന കാലത്ത് നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിരുന്ന സ്കൂളിൽ അന്ന് എത്രമാത്രം ത്യാഗം അനുഭവിച്ചായിരിക്കും നമ്മുടെ മാതാപിതാക്കളും അന്നത്തെ അധ്യാപകരുമൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം. അവരൊക്കെ ഇന്ന് ഉന്നതമായ നിലയിലൊക്കെ എത്തിയിട്ടുണ്ട്. അവർ ഈ സ്കൂളിലെ മോശമായ പഠനമാണോ? അല്ല, നന്നായിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ്. അധ്യാപകർ ഡെഡിക്കേറ്റഡ് ആണ്. ഒരു കുഞ്ഞുങ്ങളെ ഏതെല്ലാം വിധത്തിൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കാമോ, പാഠ്യവിഷയം തന്നെയല്ല പാഠ്യേതര വിഷയത്തിലൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം, അവരെ കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം നമ്മുടെ അധ്യാപകർ തയ്യാറായിട്ടാണ് ഈ സ്കൂളിൽ ഉള്ളത് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി. പാമ്പാടി പഞ്ചായത്തിലെ 6ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മാനേജ്മെൻറ്റ് സ്കൂളാണെങ്കിൽ പോലും അഭിമാനത്തോടെ പറയട്ടെ, ഈ സ്കൂള് നവതി കഴിഞ്ഞ് 110 വർഷമാവുമ്പോൾ അതിനൊരു പാരമ്പര്യമുണ്ട്. സഭയുടെ സ്കൂളാണെങ്കിൽ പോലും ഇവിടെ പഠിപ്പിക്കാൻ വരുന്നവരും ഇവിടെ പഠിക്കുന്നവരും ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കൊക്കെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഈ സ്കൂളിൽ വരുന്നതും അവർക്ക് വളരെ കാഴ്ചപ്പാടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ആരായി തീരണം, നാളെ എന്തായി തീരുമെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ അവർക്ക് കൊടുക്കുന്ന അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമല്ലോ, ചൊട്ടയിലെ ശീലം ചുടല വരെ. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് മായത്തില്ല.
അത് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കും. അവർ പഠിച്ച സ്കൂളും അവരുടെ ക്ലാസ്മേറ്റ്സിനെയും അവരുടെ അധ്യാപകരെയും ഒന്നും അവരൊരിക്കലും മറക്കില്ല. അപ്പം നല്ലൊരു അന്തരീക്ഷത്തിൽ പഠിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായ സൗകര്യവും നമ്മുടെ സഭ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്കൂളിന് വേണ്ടുന്നതായ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെതായ കൈത്താങ് കൊടുക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ല രീതിയിൽ പോകുവാനായിട്ട് ഈ സ്കൂളിന് സാധ്യമാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ കുട്ടികളുടെ പഠനോത്സവം ഇന്നിവിടെ നടത്തപ്പെടുന്നു. പിള്ളേർ പഠിച്ച ഒരു വർഷത്തെ അകമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ പുതിയതായിട്ട് നമ്മുടെ പഠിപ്പിക്കുന്ന ലീനയോട് ചോദിച്ചു, ലീന ടീച്ചറിനോട്, ടീച്ചറിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്കൂളിൽ നിന്ന് 7 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു സ്കൂളിലൊക്കെ 7 മണി വരെ. ഞാൻ കുഞ്ഞുങ്ങളെ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി ആനിവേഴ്സറിക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി അവരെ പരിശീലനം കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എത്രമാത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ സമയം കണ്ടെത്തി 4 മണി കഴിയുമ്പോൾ വീട്ടിൽ പോകേണ്ട അധ്യാപകർ പോലും ഇവിടെ ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ വളരെ അഭിമാനവും വളരെ സന്തോഷവും തോന്നും. വാർഡ് മെമ്പർ എന്ന നിലയിൽ അതിയായ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിലുപരിയായി ഇങ്ങനെ 2 യുവ പ്രതിഭകളെ നമ്മുടെ സ്കൂളിന് ലഭിച്ചതിൽ അതിയായ സന്തോഷവും അവരെ ഇവിടെ വന്നതിൽ സമയം കണ്ടെത്തി. കഴിഞ്ഞ വർഷം അവരെ വിളിച്ചതായിരുന്നു, ക്ഷണിച്ചതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് വരുവാൻ സാധിച്ചില്ല. ഇന്ന് അവരിവിടെ എത്തിയപ്പോൾ അതിയായ സന്തോഷമുണ്ട്. തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഇവിടെ കടന്നു വരുവാനായിട്ട് അവർക്ക് സാധ്യമായി. നമ്മുടെ യുവ MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ സസന്തോഷത്തോടെ ഈ സ്കൂളിലെ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം കൈയടിയോടുകൂടി. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിലൂടെ എത്തിയതാണ്. നിങ്ങളുടെ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്ന അദ്ദേഹത്തിന് തിരക്കുണ്ട്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ യുവ സംവിധായകൻ ഡാർവിനെയും നിർമ്മാതാവ് ഡോൾവിനെയും ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായ അവരെ 2 പേരെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ഈ സ്കൂളിൻ്റെ ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പുതുപ്പള്ളി നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിന് അധ്യക്ഷ ശ്രീമതി ഷെറിതൻ അവർ, പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശ്രീമതി അന്നമ്മച്ചെറിയാൻ അവർ, പ്രിയങ്കരായ പൂർവ്വ വിദ്യാർത്ഥികളായി ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുകയും അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്ത് തങ്ങളുടേതായ സംഭാവനകൾ കൊണ്ട് സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യവും ശക്തിയും അതുപോലെ തന്നെ കഴിവും തെളിയിച്ച പ്രിയപ്പെട്ട യുവ ചലച്ചിത്ര സംവിധായകൻ ശ്രീ ഡാർവിൻ, അതുപോലെ തന്നെ നിർമ്മാതാവ് ശ്രീ ഡോൾവിൻ, പ്രിയപ്പെട്ട ഡോക്ടർ വിൻസെന്റ് ജി, ശ്രീ ടോം മാത്യു, ശ്രീമതി മറിയാമ്മയ്ക്ക് ജോർജ്, പ്രിയപ്പെട്ട ശ്രീ അനിൽകുമാർ, ശ്രീ MT ജെയിംസ് അവർ, പ്രിയപ്പെട്ട ശ്രീ വിനീത് പി ജോൺസൺ, ശ്രീ നിതിൻ ജോൺസൺ ഫിലിപ്പ്, ശ്രീമതി സുമ സുജിത്ത്, പാസ്റ്റർ ഫർദീൻ അലി, സ്കൂൾ ലീഡർ, അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ സ്റ്റാൻലി ജി, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ NMLPയുടെ വാർഷിക ആഘോഷത്തിൽ അതുപോലെ തന്നെ പഠനോത്സവത്തിലും വന്ന് പങ്കെടുക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ക്രിസ്മസ് സെലിബ്രേഷനാണ്. അന്ന് ഇത്രയും ചൂടില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് പിള്ളേരെല്ലാം വളരെ ആക്റ്റീവായിരുന്നു. ഇന്ന് എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്ന ലക്ഷണമാണ്. അതുകൊണ്ട് ഞാനും നീട്ടി പ്രസംഗിക്കുന്നില്ല. നിങ്ങളും കുറേ നേരമായിട്ട് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും എൻ്റെ വിശ്വാസം. എല്ലാവിധ ആശംസകളും സ്കൂളിൽ ഞാൻ നേരുന്നു. കഴിഞ്ഞ 110 വർഷം
എന്ന് പറഞ്ഞത് ചെറിയൊരു കാലമല്ല. ഒരു നൂറ്റാണ്ടും കഴിഞ്ഞ ഒരു ദശാബ്ദം, നൂറ്റാണ്ടും പ്ലസ് ഒരു ദശാബ്ദം കൂടി, അത് ഒരു സ്കൂളിനെ സംബന്ധിച്ച് വലിയ ഒരു കാലയളവാണ്. എത്രയോ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി അവര് സമൂഹത്തിൽ വലിയ കാര്യങ്ങൾ, വലിയ കോൺട്രിബ്യൂഷൻസ്. അതിൻ്റെ 2 ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ട ശ്രീ ഡാർവിനും അതുപോലെ ഡോൾവിനും. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ നിർമ്മാതാവാണ് ശ്രീ ഡോൾവിൻ. രണ്ടുപേരും ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി നമുക്ക് മാതൃകയായി തീർന്നിരിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് ചേട്ടന്മാർ. നിങ്ങളും ഇതേപോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കണം. എൻ്റെ കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ കോളേജിൻ്റെ 2005 125-ാം വാർഷികമായിരുന്നു. 2005 ഞാനന്ന് 1-ാം വർഷം കഴിഞ്ഞ് 2-ാം വർഷം കയറിയ വിദ്യാർത്ഥിയാണ്. എനിക്ക് ആ ചടങ്ങിൽ ഏറ്റവും പ്രാധാന്യം തോന്നിയത് ശശി തരൂർ, അന്ന് അണ്ടർ സെക്രട്ടറി ജനറലാണ്, പിന്നീടാണ് UN സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കാൻ ശ്രമിച്ചതും അവിടെ അദ്ദേഹം വിജയിക്കാതെ വന്നു. പക്ഷെ ഇവിടെ വന്ന് ഈ രാജ്യത്തിൻ്റെ പരമോന്നതമായ ജനാധിപത്യ വേദിയിൽ അംഗമായി തീരുകയും ഇന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അപ്പം അന്ന് അദ്ദേഹം വരുമ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം അദ്ദേഹത്തെ പോലെ ആയിത്തീരണമെന്നാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇലക്ഷന് മത്സരിക്കാൻ, അതിനുശേഷം ഞാൻ 2006 ഇലക്ഷന് മത്സരിക്കാനുള്ളൊരു കാരണം ശശി തരൂർ അവിടുത്തെ ചെയർമാൻ ആയിരുന്നു. അപ്പൊ നമുക്ക് മുന്നേ പോയവർ നമുക്ക് മാതൃകയാണ്. ഈ ചേട്ടന്മാരെ നിങ്ങൾക്ക് മാതൃകയാണ്. ഈ ചേട്ടന്മാരെ പോലെ നിങ്ങൾ വളർന്ന് ഈ സ്കൂളിൻ്റെ പേരുണ്ടാക്കി ഇവിടെ തന്നെ ഇതേപോലെ ഇവർ വന്നതുപോലെ നിങ്ങളും വരണം. വരത്തില്ലേ? സൗണ്ട് ഇല്ലല്ലോ. സൗണ്ട് ഇപ്പോഴും ഇല്ല. ഒരു വശത്തെ കേൾക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ വശം ഉറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാരും പറഞ്ഞു ഓക്കെ. പറയുന്നവർ ശക്തിയോടാണ് പറയുന്നത്. തൽക്കാലം ഞാൻ അതിൽ സമാധാനിക്കുക. തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ വരണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഈ നാടിന് ഒക്കെ നിങ്ങൾ അഭിമാനമായി മാറണം. എന്നുവെച്ചാൽ നിങ്ങളെ പോലെ വേറെ ആരും എന്താ പറയുക കാണാൻ പാടില്ല. അത്രയ്ക്ക് കഴിവ് തെളിയിക്കുന്നവരായി നിങ്ങൾ വരണം. നിങ്ങളുടെ സ്കൂള് നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ സാധ്യത ഉപയോഗിച്ച് വളരുക. നിങ്ങൾ ഏത് രംഗത്ത് പോയാലും നേതാവായി മാറണം. നിങ്ങൾ വലിയ നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഈ സ്കൂളിലെ ടീച്ചർമാർ നിങ്ങൾക്ക് ശരിയും തെറ്റുമൊക്കെ പറഞ്ഞു തരുന്നവരാണ്. അപ്പോൾ അവരെ നിങ്ങൾ കരുതുവാനും പ്രത്യേകമായി താല്പര്യമെടുക്കണം. സ്കൂളിൻ്റെ കുറേ ആവശ്യങ്ങൾ എനിക്കറിയാം, എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഞാനിതിൽ ഇലക്ഷൻ ആയതുകൊണ്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും മാത്രമേ നേരുന്നുള്ളൂ. മുന്നോട്ടുള്ള പോക്കിൽ നമുക്ക് ഒരുമിച്ച്, ഞാനും ഈ സ്കൂളിൻ്റെ എന്താ പറയുക ഒരു ഭാഗമായിട്ടൊരു 7 മാസത്തിലേറെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയും, ഞാൻ 53 വർഷത്തിലേറെ ഭാഗമാണ്. പഴയ 53ഉം 7 കൂടെ ഞാൻ ചേർക്കുക. ആ 53 വർഷക്കാലം കൂടി ചേർത്താൽ മാത്രമേ ഈ സ്കൂളിൻ്റെ യാത്ര പൂർത്തിയാകത്തുള്ളൂ. അതുകൊണ്ട് ആ 53ഉം 7 കൂടെ ചേർത്തേ ഞാൻ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹം ഉണ്ടായിരുന്ന പോലെ, എൻ്റെ പിതാവ് ഉണ്ടായിരുന്ന പോലെ നിങ്ങളോടൊപ്പം ഏതൊരു കാര്യത്തിലും ഞാൻ കാണും എന്ന് മാത്രം പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ആദരിക്കുന്ന 2 പേരും. ഇപ്പം നമ്മുടെ ഓരോ സ്വപ്നങ്ങളാണ്, നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ട്. അപ്പം എനിക്ക് പൊളിറ്റിക്സിൽ ഇറങ്ങുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. നിങ്ങളുടെ താല്പര്യം എനിക്കൊന്ന് സിനിമ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുകയില്ല. അപ്പോൾ സിനിമ തന്നെയാണ് അവരുടെ ആഗ്രഹം. അവരൊരു ആഗ്രഹം കണ്ടു, ആഗ്രഹം അവർ പൂർത്തിയാക്കി.
അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ മൈൻഡിനെ, നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. നമ്മൾ എന്താഗ്രഹിക്കുന്നു അതിലേക്ക് എത്തിച്ചേരുവാൻ ഇവിടുത്തെ കുട്ടികൾക്ക് സാധിക്കട്ടെ. അങ്ങനെ വളർത്തിയെടുക്കുവാൻ ഇവിടുത്തെ ടീച്ചർമാർക്ക് സാധിക്കട്ടെ. ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുവാൻ ഇവിടുത്തെ കുട്ടികൾ സാധിക്കട്ടെ. നിങ്ങളെല്ലാ പ്രശ്നങ്ങളോടൊപ്പം ഞാൻ MLA നിലയ്ക്കും എന്ന് മാത്രമല്ല, എൻ്റെ ഒരു സഹോദരനായി, ഒരു സുഹൃത്തായി, ഒരു വഴികാട്ടിയായി ഞാൻ എന്നും കാണും എന്ന് മാത്രം പറയാൻ അവസരമെടുത്തുകൊണ്ട് ഈ ആദരിക്കുന്ന രണ്ടുപേരും, അതുപോലെ തന്നെ ഇവിടെ മുഖ്യാതിഥികളായി കടന്നു വന്ന രണ്ടുപേരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ഒത്തിരി കാലങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഈ നാടിന് മാത്രമല്ല, ലോകമെങ്ങും നിങ്ങൾ അറിയപ്പെടട്ടെ. ഈ പാമ്പാടിയുടെ പേരും ഈ പുതുപ്പള്ളിയുടെ പേരും നിങ്ങൾ കാരണം ലോകമെമ്പാടും അറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം അറിയത്തക്ക രീതിയിലുള്ള സിനിമകൾ നിർമ്മിക്കുവാനും അഭിനയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനിയും തിരിച്ചു വരുമ്പോൾ ഇനി ഒത്തിരിയേറെ നേട്ടങ്ങൾ നിങ്ങളുടെ പേരിൽ ഉണ്ടാകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു ചാണ്ടിയമ്മൻ MLA അവർ ഞങ്ങളുടെ സ്കൂളിലേക്ക് വീണ്ടും കടന്നു വരുവാനും ഞങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാനും ഇടയായി തീർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തിരക്കിനിടയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നതായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രിയ ഡാർവിൻ ഡോൾവിനും പ്രിയപ്പെട്ടവരെ ആദരിക്കുന്ന ചടങ്ങും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതായ 2 വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് വിതരണം കൂടെ ഈ സമയത്ത് നിർവഹിക്കണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട MLA പൂർവ്വ വിദ്യാർത്ഥികളായ ഡാർവിൻ ഡോൾവിൻ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നുള്ള വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു സിനിമയാണ്. അന്വേഷണത്തോടു കൂടെ കാണുവാനായിട്ട് അതെല്ലാവർക്കും ഇടയായി തീരണം. നമ്മുടെ ഒരു ഭാവി വാഗ്ദാനങ്ങൾ കൂടിയാണ്. അവരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യത്തോടു കൂടെ പ്രിയ MLA ആദരിക്കുകയാണ്. രണ്ടുപേരെ ഒരുമിച്ച് നമുക്ക് കൈകൾ ചേർത്തടിച്ചുകൊണ്ട്. ഓക്കെ, താങ്ക് യു. HM അനുവദിച്ചിട്ട് മുന്നോട്ട് വന്നത് രണ്ടുപേരും കൂടെ ചേർന്ന് സ്വീകരിക്കുകയാണ്. ഈ സമയത്ത് എൻഡോമെന്റ് വിതരണം കൂടെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സ്കൂളിലെ പൂർവ്വ അധ്യാപികയായിരുന്ന ശ്രീമതി ഏലിയമ്മ ജോസഫ് മെമ്മോറിയൽ എൻഡോമെന്റ് ആണ് ഈ സമയത്ത് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രിയ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് കാര്യങ്ങൾ നിർവഹിക്കുന്നു. അദ്ദേഹത്തെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ടീച്ചർ പേര് വിളിക്കുന്നു. കുഞ്ഞുങ്ങൾ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു. ഈ വർഷത്തെ നന്നായി പഠിച്ച കുട്ടികളിൽ ഒരാളാണ്, പെൺകുട്ടികളിൽ ഒരാളാണ് സിയാമോൾ സിബി. സിയാമോൾ സിബിയെ ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. അതുപോലെ ആൺകുട്ടികൾ സ്കൂൾ ലീഡറായിരിക്കുന്ന പർദിൻ അലിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ MLAയോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിനെ പരിഗണിക്കാമെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഓർമ്മയിൽ നിന്നും പാമ്പാടി NLP സ്കൂൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്ന അധ്യയന വർഷത്തിൽ ഞങ്ങൾക്ക് ഭാവി വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ വളരെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിക്കുന്നു. വിതരണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്കൂളിലെ മുൻ അധ്യാപികയായിരുന്ന ശ്രീമതി ഏലിയമ്മ ജോസഫ് അവരുടെ ഭവനത്തോട് ഞങ്ങൾ സംസാരിക്കുവാനിടയായി തീർന്നു. അപ്രകാരമാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു എൻഡോമെന്റ് എന്ന നിലയിൽ ടീച്ചറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അത് കൊടുക്കുവാനായിട്ട് വരുന്ന വർഷങ്ങളിലും അത് കുടുംബം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അറിയിക്കുവാനിടയായി തീർന്നു.
ടീച്ചറിൻ്റെ ഭർത്താവ് ശ്രീ ടോം മാത്യു അവർ റിട്ടയർ SI ആണ്. അദ്ദേഹം ഇന്ന് ഇപ്പോൾ നമ്മളോടൊപ്പം ആയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ തുറന്നുള്ള സമയത്ത് ആശംസ അറിയിക്കാനാണ് ക്ഷണിച്ചുള്ളത്. പാമ്പാടി NM സ്കൂളിൻ്റെ 110ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ അതിനെ ബഹുമാനപ്പെട്ട ഷെർലി മെമ്പർ, ഈ സ്കൂളിൻ്റെ ഹെഡ്മിസ് സാലി ടീച്ചർ, ഇന്നത്തെ ചടങ്ങിൽ മുഖ്യ അതിഥികളായിട്ട് കടന്നിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, മറ്റ് സ്റ്റേജിലിരിക്കുന്ന മുൻ ഹെഡ്മിസ്ട്രസ് ബീന ടീച്ചർ, മറ്റ് മുഖ്യ വ്യക്തികളെ, പ്രിയപ്പെട്ട എന്നെ ഏറ്റവും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത കുഞ്ഞുങ്ങൾ, അവർ മാതാപിതാക്കൾ, മറ്റ് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടി ഒപ്പം അല്പം ദുഃഖത്തോടും കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എൻ്റെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഭാര്യ രമ ടീച്ചർ ഇന്ന് ഈ മാസം 21-ാം തീയതി ആകുമ്പോൾ 1 വർഷമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. പിന്നെ മോള് കടന്നുവന്നിട്ടുണ്ട്. ഈ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വളരെയധികം ആത്മാർത്ഥമായ സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചിലർക്കറിയായിരിക്കും ഞാനിവിടെ പാമ്പാടി SI ആയിരുന്നു. പിന്നെ നീണ്ട 20 വർഷക്കാലം എൻ്റെ വൈഫ് ഈ സ്കൂളിലെ ടീച്ചറായിരുന്നു. മരണം നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു അവസ്ഥയിലുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാം. ഏത് സമയത്ത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എങ്കിലും അവർക്ക് പ്രതീക്ഷിക്കുന്ന സമയത്താണ് പ്രിയ ടീച്ചർ ലോകത്തിൽ മാറ്റപ്പെട്ടത്. അപ്പം കഴിഞ്ഞ ദിവസം ഈ വർഷം എൻ്റെ ആഘോഷം അല്ലെങ്കിൽ വാർഷികാഘോഷം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സാലി ടീച്ചറിനോട് പറയുകയുണ്ടായി. അപ്പം അതിനു മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നു, ഞാനും എൻ്റെ മക്കളും തീരുമാനമെടുത്തിരുന്നു. അവിടെ ഓർമ്മയ്ക്കായിട്ട് ഈ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ കടന്നു വരികയും ഇവിടുന്ന് ഈ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ ഇവിടുത്തെ ഏറ്റവും നല്ല മിടുക്കരായിട്ടുള്ള 2 കുട്ടികൾക്ക്, ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് ഒരു എളിയ സംഭാവന എന്ന നിലയിൽ ഒരു എൻഡോൺമെൻറ്റ് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുകയും ഞാനും മക്കളും കൂടെ ഇത് ടീച്ചറിനെ ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസിനെ വിവരം അറിയിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ഞങ്ങളിവിടെ വന്ന് അല്പം ലേറ്റായിപ്പോയി. 1-2 അത്യാവശ്യ ചടങ്ങുണ്ടായതുകൊണ്ടാണ് ലേറ്റായത്. അത് കൈമാറാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് വന്നത്. ഇവിടെ വന്ന് ഇപ്പോൾ പ്രിയപ്പെട്ട MLA കാണുവാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് വളരെ സന്തോഷം തോന്നി. കാരണമല്ല, നമുക്കെല്ലാവർക്കും അറിയാം 110 വർഷം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഈ 110 വർഷക്കാലം ഒരു അന്നത്തെ പറയുകയാണെങ്കിൽ ഇതൊരു കുഗ്രാമമായിരുന്നു. നമുക്കറിയാം കാളച്ചന്ത എന്ന പഴയ കാലത്ത് ഇവിടെ അറിയപ്പെടുന്നത്, പാമ്പാടി എന്ന് പറഞ്ഞാലും കാളച്ചന്ത അറിയപ്പെടുന്ന പഴയ കാലത്ത് ഒരു കുഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ അന്നത്തെ നോവൽ സാഹിബ് പഴയ ഒരു മിഷണറി ഇവിടെ വന്ന് കുന്നമ്പുറത്ത് വന്ന് സ്കൂൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ആ സ്കൂള് ഈ 110 വർഷം കൊണ്ട് ഈ പാമ്പാടി പ്രദേശമല്ല, ഈ കോട്ടയം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന സ്കൂളായിട്ട് മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അത് എൻ്റെ വിശ്വാസം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളാണ് എൻ്റെ കാരണക്കാർ. നിങ്ങൾക്കറിയാം, കേരളം മുഴുവൻ അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന 2 മഹൽ വ്യക്തികളാണ് നമ്മുടെ ഇരിക്കുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സ്കൂളിൻ്റെ SS ആണ് അവർ ഉയർത്തി കാണുക. അവർക്ക് കൊടുത്ത വെളിച്ചം അവരെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് ഈശ്വരൻ കൂടുതലായിട്ട് ഇനിയും അവരെ അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ് പഴയ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ജെവി സാറൊക്കെ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. കോട്ടയം ജില്ലയിലെ ഒന്നാമനാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ഡെപ്യൂട്ടി ഡയറക്ടർ. അദ്ദേഹം പോലും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ മഹൽ വ്യക്തികൾ ധാരാളം പേരെ സംഭാവന സ്കൂൾ എന്ന നിലയിൽ ഈ NM സ്കൂൾ വളരെയധികം നല്ല രീതിയിൽ പ്രശോഭിക്കുന്നവർക്ക് ഞാൻ വളരെയധികം ആത്മാർത്ഥത്തോടെ ഈ സ്കൂളിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. ഇവിടുത്തെ കുട്ടികൾ നമുക്കറിയാം, നമ്മുടെ നാട്ടുമ്പുറത്താണ്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം മാതാപിതാക്കളെല്ലാവരും തന്നെ
നമ്മളെ ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെല്ലാം അയക്കുന്ന കാലഘട്ടത്തിലാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ ഇത്രയും കുട്ടികളിലൂടെ വരുവാനും അവർക്ക് നല്ല രീതിയിൽ പ്രചോദനം, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ കാണിക്കുന്ന ആ താല്പര്യത്തിനും ഈ സ്കൂളിനെ സ്നേഹിക്കുന്നവർക്കും ഞാൻ അവരെ ഒരിക്കലും അഭിനന്ദിക്കുകയാണ്. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനം അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ മുൻപോട്ടുള്ള വർഷങ്ങളിൽ ചില വർഷങ്ങൾ കൂടി ഞങ്ങൾ ഇത് ഗവൺമെൻറ് അടുത്ത ഏകദേശം ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത നീണ്ട 10 വർഷക്കാലം കൊടുക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും 10 വർഷക്കാലം ഈ എൻഡോൺമെൻറ്റ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഗഡു എന്ന നിലയിൽ ഞങ്ങൾ എൻ്റെ സമ്മാനം കൊണ്ടുവന്നുണ്ട്. ഇതിപ്പോൾ ഈ സമയത്ത് എൻ്റെ മോള് അലീനാണ്, അവൾ ഡോക്ടറാണ്. ഡോക്ടർ അലീന ഇപ്പം ടീച്ചറിന് പൈസ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പ്ലീസ് കം ഫോർവേഡ്. ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി കടപ്പാടും അറിയിക്കുന്നു. ഞങ്ങളിതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒരിക്കലും നിർത്തുന്നു. താങ്ക് യു. ഈ തിരക്കിനിടയിലും കടന്നു വന്നതിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വളരെ ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. ഈ സ്കൂളിലെ പഠിച്ചിറങ്ങിയ ഒരു നല്ല സംവിധായകനും നിർമ്മാതാവുമായിട്ട് രണ്ടുപേരും മാറിയതിൽ ഞങ്ങൾക്ക് സ്കൂളിന് വളരെ അഭിമാനമുണ്ട്. അതോടൊപ്പം ഈ പ്രദേശത്തിനും പറച്ചാമണ്ടി പ്രദേശത്തിനും അഭിമാനമുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലെ കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ കുഞ്ഞിലെ കളിച്ചു വളർന്ന മൈതാനമാണിത്. ഇവിടെ 2 ബദാം ഉണ്ടായിരുന്നു. ആ ബദാമിൻ്റെ ചുവട്ട് ഞങ്ങളെല്ലാവരും കൂടി വന്ന് കളിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വളർന്നു വന്ന 2 പേരാണ് ഡാർവിനും ഡോൾവിനും. വളരെ സന്തോഷത്തോടെ ശ്രീ ഡാർവിനെ ക്ഷണിക്കുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിൽക്കുമ്പം. നിതിൻ പറഞ്ഞ പോലെ ഞങ്ങളിവിടെയായിരുന്നു ഞങ്ങളുടെ വീട്. അപ്പം എനിക്കിവിടെ അറിയാൻ മേലാത്ത ആരുമില്ല. ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എല്ലാവരെയും ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരെ എനിക്കറിയാം. എന്നെ പഠിപ്പിച്ച ടീച്ചറുണ്ട്, നിതിനുണ്ട്, അതുപോലെ എൻ്റെ കൂടെ പഠിച്ചാണ് അരുണാണ്. അപ്പം വീട്ടിലേക്കൊക്കെ വന്നൊരു ഫീലിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ. അതുപോലെ ഞാൻ നിതിൻ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ വന്നപ്പോൾ ആദ്യം നോക്കിയത് ബദാമായിരുന്നു. പിന്നെ ആ ബാക്കിലത്തെ ഒരു നമ്മുടെ കുഴൽക്കിണറുണ്ടല്ലോ അത്. അപ്പോൾ നമ്മൾ വീട് താഴെ ആയിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഓണം വന്നാലും ഇവിടെ തന്നെയാണ്. ഓണത്തിന് ഇവിടെ ഓണാഘോഷ പരിപാടികൾ കാണും. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ വന്ന് വൈകുന്നേരം പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ സ്കൂളുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു നമ്മുടെ ചെറുപ്പം എന്ന് പറയുന്ന ഒരു സമയം. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പിള്ളേരോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഈ പ്രായം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് ഏറ്റവും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഇവിടെ വരാൻ പറ്റിയതിൽ വലിയ സന്തോഷം. താങ്ക് യു. ഡോൾവിനെ ക്ഷണിക്കുന്നു. ഇപ്പം ഡാർവിൻ സംസാരിച്ച പോലെ തന്നെ ഉള്ളു എനിക്കും പറയാൻ. ഞാനിപ്പോൾ ഇവിടെ മുന്നിൽ നോക്കുമ്പോൾ രായൻസി ആണെങ്കിലും ബാക്കിയുള്ള ആളുകളൊക്കെ ആണെങ്കിലും നമ്മൾ ചെറുപ്പം മുതൽ കണ്ട് നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ള ആളുകളാണ്. ഇപ്പം ഇതിനാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഇരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിക്കാനും പറഞ്ഞ് വഴക്ക് പറയും. അപ്പം ഞാൻ ചിന്തിക്കുവാണ്, കാരണം വെച്ചാൽ എനിക്ക് ഇതിനൊന്നും ഇപ്പോൾ ഇവർക്ക് സാറാണ്. നമ്മളൊരു ഈ പ്രായം മുതൽ നമ്മൾ ഒരുമിച്ചുള്ള ആളുകളായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ എറണാകുളത്താണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും എനിക്ക് തോന്നുന്നു നിതിനുമായിട്ട് ആരെയും കോൺടാക്റ്റ്, അല്ലെങ്കിൽ രഞ്ജിത്ത് ഞങ്ങൾ കൊണ്ടുണ്ടായിരുന്നു. രഞ്ജിത്ത് തന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ തന്നെയാണ്. എല്ലാവരും അറിയുന്ന ആളുകളാണ്. അതുപോലെ മെമ്പർ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഞങ്ങൾ കൂടെ വാർഡിലായത്. അതിന് മുന്നിൽ ഇന്ന് തൊട്ട് താഴെയാണ് ഞങ്ങൾ താമസിച്ചത്. ഇവിടെ ഈ വഴി നേരെ മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ എപ്പോഴും വീട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും എന്താവശ്യത്തിന് പുറത്ത് പോയാലും എല്ലാം നമ്മൾ ഈ സ്കൂൾ പാസ് ചെയ്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുള്ളത്. ഇപ്പോൾ ഈ ഒരു 2 മാസം മുന്നേ ഇതിലെ വന്നപ്പം ഞങ്ങളൊരു കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് പണ്ട് വീട് പിടിയായിരുന്നു എന്ന് പറഞ്ഞ് പോയപ്പം ഈ സ്കൂള് കണ്ട് അപ്പം നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങൾ പഠിച്ച സ്കൂൾ ഇതാണ് എന്ന് പറയാൻ പറ്റുന്ന നമുക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. രണ്ടിപ്പം എനിക്ക് ഡാർവിനും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ ഈ വാർഷികോത്സവത്തിന് എല്ലാ ആശംസകളും. 2, നിങ്ങളുടെ ഡാർവിൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല പ്രായമാണ്. നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പം ഒരു രീതിയിൽ ഒരു ടെൻഷനും ഒരു ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈമാണ്. അത് വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല ഫ്രണ്ട്ഷിപ്പുകൾ നിങ്ങൾ ഈ പ്രായത്തിലുണ്ടാകുക. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാല്യൂ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളിലൊന്നും നല്ല സൗഹൃദങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്.
താങ്ക് യു ഡോളെ. ഒരിക്കൽ കൂടി രണ്ടുപേർക്കും ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാവരുടെയും പേരുള്ള നന്ദി അറിയിക്കുന്നു. കടന്നു വന്നതിൽ വളരെ സന്തോഷം. ഇവിടെയുള്ള അധ്യാപകരുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും പേരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു. തുടർന്ന് ആശംസകൾ അർപ്പിക്കുവാനായിട്ട് പാമ്പാടി ബ്രദറൻ ചർച്ചിലെ എൽഡർ ശ്രീ MT ജെയിംസ് അവരുകളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ബഹുമാന്യായ അധ്യക്ഷ, ഈ വാർഡ് മെമ്പർ ഷെർലി തിരിൻ, ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായ ചെറിയാൻ, മറ്റ് എനിക്ക് മുമ്പ് ആശംസ അറിയിച്ച ബഹുമാന്യ SI ടോം മാത്യു, ഈ സ്കൂളിലെ മുൻ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മറിയാമ്മ K. ജോർജ്, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, ഞാനിവിടെ നിൽക്കുന്നത് ഈ ഇവിടെ ബ്രദറൻ ചർച്ചിൻ്റെ എൽഡർ എന്ന നിലയിലാണ്. 110 വർഷങ്ങൾക്ക് മുമ്പ് നോയൽ സാഹിബ് ഇങ്ങനെ ഒരു സ്കൂള് ഇവിടെ സ്ഥാപിക്കുവാൻ സാഹചര്യമുണ്ടായപ്പം ആ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. യാതൊരു കാരണവശാലും വിദ്യാഭ്യാസത്തിന് യാതൊരു മാർഗവും ഇല്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു. സാമൂഹ്യ ഉച്ചനീചിത്വങ്ങളും അതുപോലെ തന്നെ പലവിധമായിട്ടുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ അസഹ്യമായിട്ടുള്ള പല നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാനതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിരുന്നു. അപ്പം ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സ്കൂൾ ഇവിടെ നിലവിൽ വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെയും അതിലൂടെ പ്രകടമായ മനുഷ്യസ്നേഹത്തിൻ്റെയും പരിണത ഫലമായിട്ടാണ് വിദേശ മിഷണറിയായ ഒരു വ്യക്തിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സ്കൂള് സ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞത്. തുടർന്ന് അതിനുശേഷം കാലാകാലങ്ങളിലായി ഇവിടെ ഉണ്ടായിരുന്ന ദൈവവിശ്വാസികളായ ജനങ്ങൾ ആ സ്കൂളിനെ നിലനിർത്തി പോരുവാനും ആ സ്കൂളിന് വേണ്ട കൈത്താങ്ങൽ കൊടുത്ത് അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇന്ന് വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യാതൊരു വിധമായിട്ടുള്ള ലാഭേച്ഛയും കൂടാതെ ഇങ്ങനെ ഒരു സ്കൂള് നല്ല നിലയിൽ നടന്നു പോകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നാം കണ്ടു ഇന്ന് വിശിഷ്ട അതിഥികളായിട്ട് ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരും സമൂഹത്തിൻ്റെ നല്ല നിലയിലേക്ക് വളർന്നു വരുവാനായിട്ട് അവർക്ക് ആദ്യ പാഠം പറഞ്ഞു കൊടുത്തത് ഈ സ്കൂളാണ്. ഈ സ്കൂളിൽ പഠിച്ച അനവധി ആൾക്കാർ സാമൂഹ്യ രംഗങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും ഉന്നത സ്ഥാനീയരായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം ഇത്രത്തോളം സുഗമമാക്കി കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഈ സ്കൂളിൽ അധ്യാപകരായിട്ട് വരുന്ന ആൾക്കാരെ അവരെ വളരെ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരാണ്, വളരെ കഴിവുറ്റവരാണ്. മാത്രമല്ല അവർ വളരെ പ്രശംസനീയമാം വിധം അവരുടെ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് കൊണ്ടാണ് ഇന്ന് സ്കൂളിനെ ഈ ഒരു നിലയിലേക്ക് വളരുവാനായിട്ട് കഴിഞ്ഞത്. പ്രത്യേക ഇവിടുത്തെ ടീച്ചേഴ്സിനെ ഞാൻ ആ കാര്യത്തിൽ പ്രത്യേകമായിട്ട് അവരോടുള്ള നന്ദി അറിയിക്കുക. ഇനിയും ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ടവരായിട്ടുള്ള നല്ലവരായിട്ടുള്ള
ഈ നാട്ടിലെ ആൾക്കാരും മാത്രമല്ല ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാരും അവരൊക്കെയും ആ തങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയുകയും ആ നിലയിൽ ഈ സ്കൂളിൻ്റെ പരിശീലനം അത് വളരെ നല്ലതാണെന്ന് അവർക്കൊക്കെ ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് മുന്നോട്ട് നല്ല നിലയിൽ പോകാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് 2 പിള്ളേരായിരുന്നു, ഒരാൾ ഇവിടെയാണ് ആദ്യമായിട്ട് പഠിച്ചത്, എന്നാൽ ഒരാളെ ഞാൻ വേറൊരു സ്ഥലത്താണ് പഠിപ്പിച്ചത്. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, കാരണം അത് മോശമാണല്ലോ. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ പഠിച്ച കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് വളരെ ഡിസ്റ്റൻസിനോടുകൂടി പാസ്സായി എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്നവരെക്കാൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കഴിയുന്നു എന്നുള്ളത് അത് ഇവിടുത്തെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മികവുറ്റ സേവനത്തിൻ്റെ പര്യായമായിട്ടിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ചും അവരെ അനുമോദിക്കാതിരിക്കുവാൻ തരമില്ല. പഠനോത്സവം ആയിട്ടാണ് നമ്മളിന്നിവിടെ ആഘോഷിക്കുന്നത്. ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും എല്ലാവിധമായിട്ടുള്ള ആശംസകളും അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ സഭയോടുള്ള ബന്ധത്തിൽ ഈ സ്കൂളിലെ അധ്യാപകർ പറയുന്ന പല കാര്യങ്ങളിലും ഞങ്ങൾ മാക്സിമം ആ സ്കൂളിന് ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വേണ്ട സൗകര്യങ്ങൾ ചോദിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സ്കൂളിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൈത്താങ്ങലായിട്ട് ഏതൊരു സമയത്തും ഈ സഭയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിൻ്റെ 110ാമത് വാർഷികോത്സവവും പഠനോത്സവവും ആദരിക്കൽ ഈ പരിപാടിയിലെ ഉദ്ഘാടനം എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ സാർ, അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായ നമ്മുടെ വാർഡിൻ്റെ 16ാം ഈ വാർഡിൻ്റെ മെമ്പറായ ഷേർലി ആൻറ്റി, അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്ന ചർച്ചിലെ പ്രതിനിധികൾ, അതുപോലെ നമ്മുടെ TM ജെയിംസ് സാറ്, അതുപോലെ ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകരായ സ്റ്റാലിൻ സാറ്, ദിൽ സാറ്, ഇന്ദു ടീച്ചറ്, ദീന ടീച്ചറ്, പഴയ നമ്മുടെ ഒരു അധ്യാപികയായിരുന്നു ഗീതാഞ്ജലി ടീച്ചറ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷകർത്താക്കളും, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് ഈ 110ാമത് വാർഷികോത്സവത്തിൽ പഠനോത്സവം ഈ ആഘോഷവേളയിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനു മുമ്പ് നമ്മുടെ ഷേർലി ആൻറ്റിയും നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ സാറും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. അതുപോലെ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡാർവിനും ഡോർവിനുമൊക്കെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങളും അതുപോലെ അവരെ പോലെ നല്ല കുട്ടികളായി വളരുകയും നിങ്ങൾക്കും ഇതുപോലെ ഇനിയും കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെയും ഇതുപോലെ ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീമതി സോമ സുജിത് അവറുകൾ. തുടർന്ന് പാമ്പാടി NLP സ്കൂളിലെ ലീഡറായിരിക്കുന്ന മാസ്റ്റർ ഫർദീൻ അലി ആശംസകൾ അർപ്പിക്കുന്നു. Respected teachers and my dear parents, today we are celebrating your 110th anniversary. I am very happy to this moment. Surprisingly, your Honorable MLA Chandi Umman sir and our former students, M.R. Darwin and M.R. Dolwin, come to this occasion. Best regards to all parents and my dear friends. Thank you. വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിൻ്റെ വേളയിൽ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീമതി ഷേർലി തെരിയൻ, പാമ്പാടി പഞ്ചായത്ത് വാർഡ് മെമ്പർ 6ാം വാർഡിൻ്റെ, അതുപോലെ തന്നെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ട് പോയ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ സാറ്, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ചവർ, പിന്നെ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളായിരുന്നു ഡോൾവിനും ഡാർവിനും. അവരോട് ഒപ്പം അല്പസമയം ചെലവഴിക്കാനായിട്ട് എനിക്കും സാധിച്ചത് എൻ്റെ ജീവിതത്തിലും ഒരു സന്തോഷം നിറഞ്ഞ അനുഭവമായിരുന്നു. കഴിഞ്ഞ വർഷം ഇങ്ങനെ എല്ലാവരോടും ചേർന്ന് ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുവാനായിട്ട് എനിക്കും സാധിച്ചു.
ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കും, നീ ഇവിടുന്ന് പോയതല്ലേ, പിന്നെ നീ എന്തിനാ എപ്പോഴും സ്കൂളിലേക്ക് പോകുന്നതെന്ന് വീട്ടിൽ. എൻ്റെ ഒരു ജീവനാണ് എനിക്ക് ഈ സ്കൂൾ മറക്കാൻ വയ്യാത്ത അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ. ഈ സ്കൂളിൽ നിന്ന് 1992 മുതൽ ഈ സ്കൂളിൽ അധ്യാപികയായും പിന്നീട് ചില വർഷങ്ങൾ ഇവിടുന്ന് മാറുവാനും വീണ്ടും ഈ സ്കൂളിലേക്ക് കടന്നു വന്ന് ഇവിടുന്ന് തന്നെ റിട്ടയർമെൻറ്റ് വാങ്ങുവാനും ഇടയായി. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. ഈ ദേശം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭവനമാണ്. എനിക്ക് ഈ ദേശത്തേക്ക് കടന്നു വന്നാൽ അറിയാൻ വയ്യാത്ത എനിക്ക് അറിയാൻ വയ്യെങ്കിലും എന്നെ അറിയാം എല്ലാവർക്കും. ടീച്ചർ എന്താ ഉണ്ട് എന്നൊരു സ്നേഹ അന്വേഷണം, അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇതുവഴി എവിടെയും കടയിലൊക്കെ ഇരുന്ന് കയറിയാലും മമ്മിയുടെ വീടാണല്ലോ ഇത് എന്നാണ് എൻ്റെ കുട്ടികൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തോടെ എനിക്ക് ഈ സ്കൂളിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാനായിട്ട് ദൈവം ഇടയാക്കി. ഈ 110ാമത് വാർഷികം ആഘോഷിക്കാൻ സർവശക്തനായ ദൈവം ഈ സ്കൂളിനെയും സഹായിച്ചു. പല സമയങ്ങളും ഭാരപ്പെട്ട നിമിഷങ്ങൾ ഈ സ്കൂളിന് കടന്നു വന്നിട്ടുണ്ട്. അവിടെയൊക്കെയും സർവശക്തനായ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. എല്ലാ ഉന്മേഷത്തോടുകൂടി അതിൻ്റെ പൂർവാധിക ശക്തിയോടുകൂടി ഈ സ്കൂള് വളരെയധികം മുന്നോട്ട് പോകുന്നുവെന്ന് അറിയുവാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ നോട്ടീസിൻ്റെ പിറകുവശം നോക്കുകയാൽ തന്നെ അറിയാം കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്. വെറുതെ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുകയല്ല. ഇവിടെയുള്ള അധ്യാപകർ എന്ന് പറയുന്നത് ഈ സ്കൂളിന് വേണ്ടി അവർ ജീവിക്കുന്നവരാണ്. അവരുടെ മുഴുവൻ സമയവും ഈ സ്കൂളിന് വേണ്ടിയാണ് അവർ ചെലവഴിക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങളെ, അവരുടെ കൈകളിൽ കിട്ടുന്ന കുഞ്ഞുങ്ങളെ അവർ സർവതോന്മുഖമായ, എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവുമായ ഒരു ഉയർച്ചയിലേക്ക് നടത്തുവാൻ ദൈവം അവരുടെ കരങ്ങളിൽ കൊടുത്ത കുഞ്ഞുങ്ങളാണെന്നുള്ള അർപ്പണ ബോധത്തോടു കൂടിയാണ് ഇവിടെയുള്ള അധ്യാപകർ പ്രവർത്തിക്കുന്നത്. എനിക്കതിൽ വളരെ സന്തോഷവും ചാരിതാർത്ഥവുമുണ്ട്. ഞാൻ ഇവിടുന്ന് കടന്നുപോയതിന് ശേഷം വന്ന സാറാണ് സ്റ്റാൻലി സാറ്. എനിക്ക് നല്ല പരിചയമുള്ള സാറാണ്. ആ സാറിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിന് വളരെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അധ്യാപകർ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് മിസ്ട്രസ്സായി പ്രവർത്തിക്കുന്ന സാലി ടീച്ചർ, എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട രീതിയിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ സമയം ഒരു ചെറിയ കഥ, കുഞ്ഞുങ്ങൾ ആശംസകൾ ഇപ്പം ധാരാളം കേട്ട് മടുത്തു അല്ലേ? എല്ലാവരും ബോറടിച്ചോ? എന്നാൽ ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരിടത്ത് ഒരു ആളിങ്ങനെ യാത്ര ചെയ്ത്, നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമല്ലോ, അതുപോലെ ഒരു ഭവനത്തിൽ ചെന്നു. അവിടെ ചെന്ന് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല മധുരമുള്ള ഒരു മാങ്ങ പൂളിക്കൊണ്ട് വെച്ചു. അതും കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ, ഇത് നല്ല മാങ്ങ ആണല്ലോ, ഇത് എവിടുന്നാണ് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചൂണ്ടിക്കാണിച്ചു അവരുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മരത്തിൽ നിന്നാണ് അത് കിട്ടിയത്. അല്ല, അവിടെ പറിച്ചെടുത്ത് അവർക്കുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഈ മാവും കൂടി തന്നു വിടണം. അപ്പോൾ വീട്ടിലെ അവിടെയുള്ളവർ പറഞ്ഞു, ശരി തന്നുവിടാം എന്ന് പറഞ്ഞു. രാവിലെ പോകാനായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇറങ്ങുന്ന സമയത്ത് ആ വീട്ടിലുള്ളവർ ഒരു ചെറിയ പൊതി കൊണ്ട് ഈ അതിഥിയുടെ കയ്യിൽ കൊണ്ടുപോയി. അപ്പോൾ ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ പറഞ്ഞു, ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ മാവ് തരണമെന്ന്, ആ മാവാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് അതിൻ്റെ വിത്താണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ വിത്തിലാണ് എന്തായിരിക്കും ആ മാവ് ചോദിച്ചപ്പോൾ ആ വിത്ത് കൊടുത്തത് കുഞ്ഞുങ്ങൾക്കറിയാം എന്തായിരിക്കുമെന്ന്. എന്താ മാവ് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു വിത്ത് കൊണ്ട് കൊടുക്കാനുള്ള കാരണം എന്താ? അതാണ് അതിൻ്റെ ആൻസർ. വിത്ത് കുഴിച്ചിടുമ്പോൾ എന്തുണ്ടാവുന്നു? മാവുണ്ടാവും.
അപ്പോൾ ആ വീട്ടിലുള്ളവർ പറഞ്ഞു, ഇതുപോലെ ഒരു മാങ്ങയുടെ വിത്ത് ഞാൻ കൊണ്ട് ഇവിടെ കുഴിച്ചിട്ടതാണ്, എനിക്കിതുപോലെ നല്ല ഫലം തരുന്നതായി തീർന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, എല്ലാ വിത്തിലും എന്തുണ്ട്? ഒരു വൃക്ഷമുണ്ട്. അതുപോലെ തന്നെ ഒരു ശില്പി ഒരു കല്ലിനെ കണ്ടാൽ അതിനെ ഒരു ശില്പമാക്കി മാറ്റും. എന്നാൽ കല്ലുകൾ ധാരാളമുണ്ട്, എന്നാൽ ഒരു ശില്പിക്ക് മാത്രമേ ഒരു കല്ലിനെ എന്താക്കി മാറ്റാൻ പറ്റുള്ളൂ? ഒരു ശില്പമാക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ വിത്തിലും ഒരു വൃക്ഷമുണ്ട്, അതുപോലെ തന്നെ എല്ലാ കല്ലിലും ഒരു ശില്പമുണ്ട്. അതുപോലെയാണ് നമ്മുടെ കൈകളിൽ എത്തുന്ന കുഞ്ഞുങ്ങൾ. അവര് വളർന്ന് പന്തലിച്ച് നല്ല മനോഹരമായ ഫലങ്ങളും തണലും കൊടുക്കുന്ന വൃക്ഷങ്ങളായി തീരണം. ഇപ്പം നിങ്ങളുടെ ചേട്ടന്മാരല്ലെങ്കിൽ ഡോൾവിനും ഡാർവിനും ഇവിടെ കടന്നു വന്നു. നിങ്ങളെപ്പോലെ ഇവിടെ പഠിച്ച കുഞ്ഞുങ്ങളാണ്. നിതിൻ സാറും ഒക്കെ ഒന്നിച്ച് പഠിച്ചതാണ്. എനിക്ക് അവരെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചു. അപ്പോൾ അങ്ങനെ അവർ കുഞ്ഞുങ്ങളായിട്ട് ഇവിടുന്ന് വളർന്നു വന്ന് അവരിലുണ്ടായിരുന്ന അത് പുറത്തു വന്നു. അപ്പോഴാണ് അവരാരായി തീർന്നത്? അവരിപ്പോൾ ആരാന്നാ പറഞ്ഞത്? നിങ്ങളുടെ ഉറക്കമൊക്കെ ഒന്ന് മാറട്ടെ. അവരിപ്പോൾ ആരാ? സിനിമാ നിർമ്മിതാവ്, ചലച്ചിത്ര നിർമ്മിതാക്കളായി തീർന്നു. അനേകർക്ക് സന്തോഷം, ആ സിനിമ കാണുമ്പോൾ അനേകർക്ക് സന്തോഷം പകരുന്നവരാ അല്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ വിത്തുകളാണ്, അല്ല ഓരോ കല്ലുകളാണ്. അതിലൊക്കെ എന്ത് മറഞ്ഞിരിപ്പുണ്ട്? ഓരോ ശില്പവും ഓരോ വൃക്ഷവും മറഞ്ഞിരിപ്പുണ്ട്. അതെന്ത് ചെയ്യണം? നമ്മുടെ വെളിയിൽ വരണം. അപ്പോൾ അതുപോലെ തന്നെ അപ്പം നമ്മൾ അങ്ങനെ ആയിത്തീരാൻ വേണ്ടി മോൾഡ് ചെയ്തെടുക്കുന്ന സ്ഥലമാണ് ഈ വിദ്യാലയം. അതുപോലെ നമ്മുടെ ഭവനം. വിദ്യാലയത്തിൽ കടന്നു വരുമ്പോൾ അധ്യാപകർ അതിന് ഇവിടെ മികവുറ്റ അധ്യാപകരാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളവരെയും നിങ്ങൾ ഇവിടെ കേൾക്കുന്ന രക്ഷിതാക്കൾ പറയണം ഈ വിദ്യാലയം എങ്ങനെയുള്ളതാണെന്ന്. കാരണം നിങ്ങൾക്ക് അനുഭവമുള്ളവരാണെങ്കിൽ നമുക്കത് മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അധ്യാപകരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവരതിനെ മോൾഡ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറകളിലേക്ക് നോക്കിയാൽ നമ്മുടെ കൈകളിലെല്ലാം മൊബൈലാണ് അല്ലേ? കൂടുതൽ സമയവും ഏതിലാണ് നമ്മൾ ചെലവഴിക്കുന്നത്? മൊബൈലിലാണ്, ഫോണിലാണ്. കുഞ്ഞുങ്ങളാണേലും പ്രായമുള്ളവരാണേലും ആരാണെങ്കിലും. അപ്പോൾ ഒരു വീട്ടിൽ ഒരു കുഞ്ഞിങ്ങനെ എപ്പോഴും മൊബൈലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലെ പിതാവ് വന്നൊരു പരാതിയായിട്ട് അവിടെ വന്ന ഒരു സ്കൂളിലെ സാറിനോട് പറയുകയാണ്, എൻ്റെ മോനെ ഒന്ന് ഉപദേശിക്കണം. എന്താണ്? നമ്മളും രക്ഷിതാക്കളാണ്, നമ്മളും വന്ന് അധ്യാപകരോട് പറയാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ കുഞ്ഞിനെ ഒന്ന് ഉപദേശിക്കണം, എപ്പോഴും ഫോണിൽ കളിക്കുക. അപ്പം അതുപോലെ തന്നെ ഈ രക്ഷിതാവും ഈ ഒരു അധ്യാപകനോട് വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഒന്ന് ഉപദേശിക്കണം, എപ്പോഴും ഫോണിൽ കളിയാണ്. അപ്പോൾ ശരി സാർ, ശരി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വിളിച്ച് ഉപദേശിച്ചു. മോനെ, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എപ്പോഴും നീ ഇങ്ങനെ ഫോണിലായാൽ എങ്ങനാ? നിനക്ക് പഠിക്കണ്ടേ? അപ്പോൾ ആ കുട്ടി അതിന് അധ്യാപകനോട് ഒരു മറുപടി പറഞ്ഞ് വളരെ രസകരമായിട്ടാണ്. എന്താ പറഞ്ഞെന്നറിയാവോ? കുടിയേറ്റക്കാർ തദ്ദേശികളെ കളിയാക്കും. അതെന്തായിരിക്കും ആ കുട്ടി അങ്ങനെ പറഞ്ഞത്? കുടിയേറ്റക്കാർ തദ്ദേശികളെ കളിയാക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ ജനിച്ചു വീഴുന്നത് എങ്ങോട്ടാ? കമ്പ്യൂട്ടറിലേക്കും മൊബൈലിലേക്കും. ആ മാതാപിതാക്കളാണ് 1 മാസം 2 മാസം ആകുമ്പോൾ അവർ കരയാതിരിക്കാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് എന്താ? ഫോണാ അല്ലേ? അപ്പോൾ അതാണ് ആ കുട്ടി പറഞ്ഞത്. കുടിയേറ്റക്കാർ എന്ത് ചെയ്യരുത്? തദ്ദേശികളെ കളിയാക്കരുത്. സാറും ഇങ്ങനെ പറയരുത്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു തലമുറയിലാണ് നമ്മളായിരിക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ കയ്യിൽ, അധ്യാപകരുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ അധ്യാപകർ ഏത് രീതിയിൽ മോൾഡ് ചെയ്യണം? നമ്മൾ രക്ഷിതാക്കൾ ഏത് രീതിയിൽ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്തെടുക്കണം? നമ്മൾ അവർക്ക് കൂടുതൽ സ്വത്തല്ല, രക്ഷിതാക്കൾ ഓർക്കണം, നമ്മൾ അവർക്ക് കൂടുതൽ സ്വത്തല്ല സമ്പാദിച്ചു കൊടുക്കേണ്ടത്.
മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാൻ അവരെ പഠിപ്പിക്കുക. പണ്ടാണെങ്കിൽ നമ്മുടെ വീടുകളിൽ വല്യപ്പനും വല്യമ്മയും സഹോദരങ്ങളും കൂട്ടുകുടുംബമായിരുന്നു. ഇന്നെല്ലാം അണുകുടുംബത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു, അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ തലമുറയിൽ ഇത്രയും മാറ്റങ്ങൾ വന്നത്. കാരണം പണ്ട് വല്യപ്പന്മാരും വല്യമ്മമാരും നല്ല കഥകൾ പറഞ്ഞുകൊടുത്ത് കുഞ്ഞുങ്ങളെ മറ്റൊരു രീതിയിലേക്ക് നയിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ രീതിയെല്ലാം മാറിപ്പോയി. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്വത്തല്ല സമ്പാദിച്ചു കൊടുക്കേണ്ടത്, അനുഭവങ്ങൾ കൊടുക്കണം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നവർ, സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അധികമായ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒറ്റവാക്കിൽ ആശംസ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു സമയമാണ്. പ്രത്യേകിച്ച് ഇവിടെ പഠിച്ച, ഞങ്ങളോടൊപ്പം പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന ഡാർവിനും ഡോർവിനും, അവരും ഈ സദസ്സിൽ പങ്കെടുക്കുവാൻ, അവരോടൊപ്പം ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ച പ്രിയപ്പെട്ട ബീന ടീച്ചറും ഈ വേദി പങ്കിടുമ്പോൾ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന ഈ വാർഷിക സമ്മേളനം 110-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, 110 വർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ സന്തോഷമാണുള്ളത്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ, ഈ സ്കൂളിലേക്ക്, ഈ പ്രദേശത്തിന് എന്താണ്, നമ്മുടെ ഞങ്ങളെല്ലാം ജനിച്ചു വളർന്ന, കളിച്ചു വളർന്ന സ്ഥലമായതുകൊണ്ട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റാണ് ഈ സ്കൂളിനോടും ഈ മൈതാനത്തോടൊക്കെ ഉള്ളത്. അതിപ്പോൾ ഇവിടെ ഇരിക്കും, ഞാൻ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതറിയാം. ഈ സ്കൂളിലുണ്ടായിരുന്ന ഈ ബദാമിൻ്റെ ചോട്ടി ബദാങ്ക കുട്ടിക്കാനായിട്ട് ഓടി വരുന്ന സമയങ്ങളും, കല്ല് കൊത്തി കളിക്കുന്ന സമയങ്ങളും, അങ്ങനെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ ഒരു 6 മണി 7 മണിയൊക്കെ ആകാതെ ഇവിടുന്ന് ആരും, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇവിടുന്ന് കളിയൊക്കെ കഴിഞ്ഞ് പോകുമ്പം ഒരു 6 മണി 7 മണിയൊക്കെ ആവും. അതുവരെ ഈ സ്കൂൾ മുറ്റത്ത് ടയർ ഓടിച്ചും സൈക്കിളെ ഓട്ടിയും, പിന്നെ ഷൈനെ ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ പറയുമ്പോൾ. പ്രത്യേകിച്ച് നിറം കളിച്ചു എന്നാൽ കണ്ണുമുത്തിൽ നിറം കളിച്ചും, പിന്നെ പച്ച വന്ന് കൊത്തു എന്നൊക്കെ പറഞ്ഞ് ആ കളിയൊക്കെ കളിച്ചു ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു സമയമാണ്. പക്ഷേ ആ ഒരു സന്തോഷം, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഈ ഒരു കാര്യം ഇങ്ങനെ എഴുതിയിടാനിടയായി. കാര്യം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു സന്തോഷവും സ്നേഹവും, അന്നുണ്ടായിരുന്ന ഒരു സൗഹൃദവും അത് ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ സ്നേഹവും സഹകരണവും ഈ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം കാരണം ഈ സ്കൂളും ഈ സ്കൂൾ മൈതാനവും ഒക്കെ തന്നെയാണ്. ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരും, ഇവിടെ ഞങ്ങളോടൊപ്പം പഠിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരും എല്ലാവരും തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് 110 വർഷമാകുമ്പോൾ ഈ മീറ്റിങ്ങിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം പ്രത്യേകിച്ച് 4-ാം ക്ലാസ്, ഞാൻ 4-ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. 4-ാം ക്ലാസ്സിൽ നിന്ന് കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവർക്കും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ. പുതിയ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നല്ല ഭാവിയുള്ളവരായി നല്ല ഉന്നതിയിലെത്തുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഠനം പൂർത്തീകരിച്ച് പുതിയ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നതായ കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് അവർക്ക് ഒരു സാക്ഷ്യപത്രം, പഠനം പൂർത്തീകരിച്ചതിൻ്റെതായ ഒരു സാക്ഷ്യപത്രം ഇവിടെ ഈ വേദിയിൽ നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പേര് വിളിക്കുന്ന മുറയ്ക്ക് മുന്നോട്ട് കടന്നു വന്ന മുൻ ഹെഡ് മിസ്ട്രസ് മറിയമ്മ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 4-ാം ക്ലാസ്സിലെ കുട്ടികൾ പഠനം പൂർത്തിയാക്കി പോകുമ്പോൾ അവർക്കുള്ള പ്രത്യേകമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. പേര് വിളിക്കുന്നതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് കടന്നു വരിക, സമയം നഷ്ടപ്പെടുത്താതെ മുമ്പോട്ട് കടന്നു വരിക. സിയാമോൾ സിബി, കൈയടിച്ച്, എല്ലാവരും കൈയടിച്ച്, നന്നായിട്ട് കൈയടിക്കുക. വട്ടയപ്പണം കയ്യിലിരിക്കാൻ നന്നായിട്ട്. നിതിൻ രാജ്, ആദിത്യൻ AT, അഭിരാം സുജിത്ത്, നമ്മുടെ സ്കൂൾ ലീഡർ ആയിരിക്കുന്ന ഫർദീൻ അലി. താങ്ക് യു. ഈ സമയം ഈ പൊതുസമ്മേളനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്റ്റാൻലി സാറിനെ ക്ഷണിക്കുന്നു. സമയം വളരെയധികം മുന്നോട്ട് പോയി എന്ന് എനിക്കറിയാം.
ഇതേ തുടർന്ന് കുട്ടികളുടെ പഠനോത്സവവും കലാപരിപാടികളും നടക്കേണ്ടതായിട്ടുണ്ടല്ലോ. വേഗം നന്ദിയുടേതായ ചില വാക്കുകളെ പറഞ്ഞുകൊണ്ട് ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 110ാമത് വാർഷികം ആഘോഷിക്കുന്ന എൻ്റെ സ്കൂളിലും ഇപ്രകാരം ഒരു സമ്മേളനം നടക്കുന്നതിൽ വളരെയധികം അഭിമാനിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്നതായ കൊച്ചു കൂട്ടുകാരും അവരുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ പാമ്പാടി NLP സ്കൂളിനെ സ്നേഹിച്ച് സ്കൂളിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതായ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും ചെയ്തു വരുന്നതായ പ്രിയപ്പെട്ടവരായ അഭ്യുതകാംക്ഷികളായ പ്രിയ നാട്ടുകാരും, ഏത് സമ്മേളനവും അനുഗ്രഹമായി തീരുന്ന നിങ്ങളെപ്പോലെയുള്ളവരുടേതായ സാന്നിധ്യമാണ്. ഒരു കാര്യം മാത്രം ഓർപ്പിച്ചുകൊണ്ട് നന്ദി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആശംസ പ്രസംഗങ്ങളിൽ നോക്കുകയും പൊതുവിദ്യാലയത്തെക്കുറിച്ച് പറയുവാനായിട്ട് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായിരുന്നല്ലോ. നിങ്ങളെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചുറ്റുപാട് പാമ്പാടിയുടെ പ്രദേശത്തൊക്കെ നോക്കുമ്പോൾ ചുറ്റുപാടും അനേകം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും പേര് കൊണ്ടും പ്രൗഢി കൊണ്ടുമൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന അനേകം സ്കൂളുകൾ ഇല്ലാഞ്ഞിട്ടല്ല, ഈ പറച്ചാമുണ്ടി എന്ന് പറയുന്നതായ ഈ മലയുടെ മുകളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായ പാമ്പാടി NLP സ്കൂളിലേക്ക് നിങ്ങളുടെ കുട്ടികളെ വിട്ടത്. അതിന് പിന്നിൽ ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഈ വിദ്യാലയത്തിൽ പഠിച്ച് അവർക്ക് അനുഗ്രഹമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഇടയായി തീർന്നത് കൊണ്ടാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ മാതാപിതാക്കളെ, നിങ്ങളെ ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഒരു നല്ല പങ്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ പൊതുവിദ്യാലയത്തിൽ വിട്ടതുകൊണ്ട് മാറ്റിവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അനേക സ്കൂളിൻ്റെ വാഹനങ്ങൾ പാമ്പാടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ചുമ്മാതെ ഓടുന്നതല്ല. നമ്മുടെ സ്കൂളിന് ഒരു വാഹനമുണ്ട്. ആ വാഹനം നിങ്ങളുടെ സ്കൂളിന് ഈ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞ് എവിടെ നിൽക്കുന്നു അവിടെ വന്ന് ആ കുഞ്ഞിനെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. 1 രൂപ പോലും നിങ്ങളോട് ചോദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധ്വാനം, നിങ്ങൾക്ക് ലഭിക്കുന്നതായ പണം, അത് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇടയായി തീരണം. അതുമാണ് ഈ പൊതുവിദ്യാലയത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മികച്ചമായ വിദ്യാഭ്യാസം നൽകുവാനും അധ്യാപകരായ ഞങ്ങളെ കൊണ്ട് ദൈവം തരുന്നത് കൃപയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ദിവസങ്ങളിലൊക്കെ ഞാൻ ഇടയായിത്തീരുന്നു. ഒരു അധ്യയന വർഷമാണ് നമ്മളെ വിട്ട് കടന്നു പോകുന്നത്. യാതൊരു ആപത്തും കൂടാതെ വലിയവനായ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെയും അവരുടെ ഭവനങ്ങളെയും ഒക്കെ കാത്തു പരിപാലിച്ചു. സന്തോഷത്തോടു കൂടെ ഈ 2023-24 അധ്യയന വർഷം അധ്യയനം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ തരത്തിലും നിങ്ങളിൽ നിന്ന് ലഭിച്ചതായ പ്രോത്സാഹനത്തിനും പ്രാർത്ഥനകൾക്കും നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ കൈവശം ലഭിച്ചിരിക്കുന്ന നോട്ടീസ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, വായിച്ചിട്ടുണ്ടാകും. സാധാരണ നോട്ടീസ് കിട്ടുന്ന പോലെ വായിച്ചിട്ടത് എങ്ങും കളയുവാനായിട്ട് ഇടയായി തീരില്ല. ഈ നോട്ടീസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ സ്കൂളിലെ പ്രവർത്തനങ്ങൾ മുഴുവനും അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും വളരെ പ്രധാനപ്പെട്ടതായ പ്രവർത്തനങ്ങളെ മാത്രമാണ് നോട്ടീസിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചിത്രരൂപേണ ഞങ്ങളത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതൊരു പരസ്യമായി തീരണം. നിങ്ങളുടെ വീട്ടിൽ വരുന്നതായ അതിഥികൾ നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂളിനെ ഈ നോട്ടീസിൽ കൂടെ വരും ദിവസങ്ങളിൽ കാണുവാനായിട്ട് ഇടയായി തീരണം. നിങ്ങളുടെ വിദ്യാലയത്തെക്കുറിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഇടയായി തീരണം. ഈ സ്കൂളിൽ അനേകം വിദ്യാർത്ഥികൾ കടന്നു വരണം. അതിന് ഉത്തമ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പാകെ കാണുവാനായിട്ട് നമുക്ക് കഴിഞ്ഞല്ലോ. ഡാർവിനും ഡോൾവിനെ കുറിച്ച് നമുക്ക് കേൾക്കുവാനും അവരെ കാണുവാനും അവരുടെ ഉന്നതിയെക്കുറിച്ച് അറിയുവാനും ഇടയായി തീർന്നല്ലോ. നമ്മുടെ തലമുറകളും ആ രീതിയിൽ ഈ പൊതുവിദ്യാലയത്തിൽ പറച്ചാമുണ്ടി സ്കൂളിൽ പഠിച്ചത് മുഖാന്തരം എൻ്റെ തലമുറയ്ക്കും ഇതുപോലെ ഒരു ഉന്നതി ഉണ്ടാകണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ആ നിലയിൽ ഉന്നതിയിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് നിങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്ന പ്രിയപ്പെട്ടവരോടും പാമ്പാടി NLP സ്കൂളിനെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ടാണ് ഈ നിലയിൽ നോട്ടീസ് ക്രമീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാവരോടുള്ള സ്നേഹവും പ്രത്യേക ഈ വർഷം നിങ്ങൾ സ്കൂളിനോട് കാണിച്ച എല്ലാ തരത്തിലുള്ളതുമായ നന്ദിയും അറിയിക്കുന്നു. ഈ
സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിച്ചത് ശ്രീമതി ഷേർലി തെരിയൻ, പാമ്പാടി പഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ അവരുകളാണല്ലോ. ഇതിൻ്റെ അവസാന നിമിഷം വരെയും നമ്മോടൊപ്പം പ്രിയ മെമ്പർ ഇരിക്കുവാനും കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ഇടയായി തീർന്നു. നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുവാനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കഴിഞ്ഞ വർഷങ്ങളിലും വാർഡ് മെമ്പർക്ക് ഇടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും സ്കൂളിൻ്റെയും PTA-യുടെയും പേരിലുള്ളതായ സ്നേഹവും നന്ദിയും നിങ്ങളുടെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. 110ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കടന്നു വന്നത് നമ്മുടെ പ്രിയങ്കരനായ ചാണ്ടി ഉമ്മൻ അവറുകളാണ്, MLA അവറുകളാണ്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് നേരിട്ട് പോയി കാണുവാനും ക്ഷണിക്കുവാനും ഇടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും എത്ര തിരക്കുകളാണെങ്കിലും ഇവിടെ കടന്നു വരുമെന്ന് അറിയിക്കുവാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ച് നമ്മുടെ ഈ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനും അതോടൊപ്പം തന്നെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും എൻഡോമെൻ്റ് വിതരണം നടത്തുവാനും ഇടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും സ്കൂളിൻ്റെയും PTA-യുടെയും പേരുള്ളതായ ഹൃദയംഗമായ നന്ദി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA-യോട് അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ആശംസകൾ അർപ്പിച്ചതായ ശ്രീ ടോം മാത്യു സാർ, റിട്ടയർഡ് SI, അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഇവിടെ അധ്യാപിക ആയിരുന്ന പുണ്യതീതിയിൽ വിശ്രമിക്കുന്നതായ ശ്രീമതി എലിയമ്മ ജോസഫ് ടീച്ചർ, പ്രിയ ടീച്ചറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തുടർന്നുള്ള വർഷങ്ങളിൽ പ്രിയ കുടുംബം നമ്മുടെ സ്കൂളിന് എൻഡോമെൻ്റ് എന്ന നിലയിൽ കൊടുക്കുവാനായിട്ട് അവർ വളരെ തീരുമാനമെടുക്കുകയും അപ്രകാരം അത് ഈ സമയത്ത് അതിൻ്റെ വിതരണം നടക്കുവാനും ഇടയായി തീർന്നു. പ്രിയ കുടുംബാംഗങ്ങൾ കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. സാറും മോളും കടന്നു വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചതിൽ ദൈവത്തിനോട് നന്ദി, ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആശംസകൾ അർപ്പിക്കുവാനും പ്രിയ ടോം സാറിന് ഇടയായി തീർന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള സ്നേഹവും PTA-യുടെയും സ്കൂളിൻ്റെയും പേരിലുള്ളതായിട്ട് അറിയിച്ചു കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിലെ മുൻ ഹെഡ് മിസ്ട്രസ് ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മറിയാമ്മ ടീച്ചർ, ഞാൻ മുമ്പേ ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ, ടീച്ചറിന് സമയം കിട്ടുന്ന ഇടങ്ങളിലൊക്കെയും ഈ പാമ്പാടി പ്രദേശത്തൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ടീച്ചർ തീർച്ചയായിട്ടും സ്കൂളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഞങ്ങൾ നോട്ടീസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെയും ടീച്ചർ ഇവിടെ വരുവാനും കുറേ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാനും ഒക്കെ ഇടയായി തീർന്നു. പ്രതിയാല ടീച്ചറിൻ്റെതായിട്ടുള്ള ആ വലിയ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ ടീച്ചറോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. തന്നെയുമല്ല പല കാര്യങ്ങൾ സ്കൂളിന് വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടതായ പല സാധനങ്ങൾ ടീച്ചർ സ്പോൺസർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. സ്കൂളിലേക്ക് ഒരു മിക്സിയും അതുപോലെ തന്നെ റെഫ്രിജറേറ്ററും ടീച്ചർ കുടുംബത്തിൻ്റെ പേരിൽ ഈ സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഈ സമയത്ത് ഞാനത് ഓർപ്പിക്കുകയാണ്. പ്രിയ പാസ്റ്റർ അവറുകളെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. ടീച്ചറിന്റെ മക്കളെയും കുടുംബങ്ങളെയും ഓർക്കുന്നു. ഈ സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുവാനും കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുവാനും ആശംസകൾ അർപ്പിക്കുവാനും ഇടയായി തീർന്നതിൽ പ്രിയ ടീച്ചറിനോടുള്ള സ്നേഹവും നന്ദിയും സ്കൂളിൻ്റെയും PTA-യുടെയും പേരിലായിട്ടുള്ള അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നതായ പാമ്പാടി ബദൽ ചർച്ചിലെ എൽഡറായിരിക്കുന്ന ശ്രീ MT ജെയിംസ് അവറുകൾ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഇവിടെ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ആശംസകൾ നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ PTA പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന പാമ്പാടി NMLP സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് സോമ സുജിത്ത് അവരോട് സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യമേ തന്നെ കടന്നു വരുവാനും എല്ലാ കാര്യങ്ങൾക്കും വളരെ ഊർജ്ജസ്വലതയോടുകൂടെ PTA അംഗങ്ങളോടൊപ്പം തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്യുവാനും ശ്രീമതി സോമ സുജിത്തിന് ഇടയായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തോടുള്ളതായ സ്നേഹം നന്ദിയും സ്കൂളിൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ സ്കൂളിലെ ലീഡായിട്ട് നിൽക്കുന്നതായ മാസ്റ്റർ ഫർദീൻ അലി, 4ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ്. ഫർദീൻ അലിയോടുള്ളതായ സ്നേഹവും നന്ദിയും സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ആശംസകൾ അർപ്പിച്ചതായ സ്കൂളിലെ അധ്യാപകൻ ശ്രീ നിതിൻ ജോൺ സാറ്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. സാറിൻ്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇടയായി തീർന്നല്ലോ. സാറ് ഇവിടെ ഉള്ളത് ഈ ദേശത്തിൻ്റെ ഒരു അഭിമാനമാണ്. ഈ സ്കൂളിനും അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാറിൽ കൂടെ ഇടയായി തീർന്നു. വരും വർഷങ്ങളിലും സാറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. സാറിനോടുള്ള സ്നേഹം നന്ദിയും PTA-യുടെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് സ്കൂളിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതായ അതോടൊപ്പം തന്നെ ഇന്ന് സ്കൂളിലെ പ്രവർത്തന റിപ്പോർട്ട്
വായിച്ചതായ ശ്രീമതി ഇന്ദു സി ജോസ് ടീച്ചറിനോടുള്ള നന്ദി ഈ സമയത്ത് സ്കൂളിൻ്റെ പേരിലും PTA പേരിലും ഉള്ളതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി അന്നമ്മ ടീച്ചർ, നമുക്കറിയാം ഈ വർഷമാണ് ടീച്ചർ ഈ സ്കൂളിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനും ഹെഡ് മിസ്ട്രസായിട്ട് ചുമതലയിൽ തുടരുവാനും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് പോകേണ്ടി വന്നുകൊണ്ടാണ് ടീച്ചർ സ്ഥലത്തില്ലാത്തത്. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഞങ്ങൾ വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുവാനും ടീച്ചറിനെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ടീച്ചറിന്റെ അഭാവത്തിലും സ്കൂളിലെ PTA-യുടെയും സ്കൂളിലെ എല്ലാ അംഗങ്ങളുടെയും പേരിലുള്ളതായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാനായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് രുചികരമായ ഭക്ഷണം പാകം ചെയ്തു തരുന്നതായ ഞങ്ങളുടെ ഓമന ആൻറ്റി ഇപ്പോൾ നമ്മുടെ സന്നിധിയിലുണ്ട്. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ഈ പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ നമ്മൾ പലപ്പോഴും കാണാറില്ല. ഇതിൻ്റെയൊക്കെ പിൻബലമായിട്ട് നിൽക്കുന്ന പ്രിയ ഓമന ആൻറ്റിയും അതുപോലെ തന്നെ ഓമന ആൻറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനമാണ്. ഈ അധ്യയന വർഷം ആരംഭം മുതൽ അവസാനം വരെയും ഓരോ ദിവസം പോലും മുടക്കം കൂടാതെ എല്ലാ കാര്യവും കൃത്യമായി ചെയ്യുവാനായിട്ട് ഓമന ആൻറ്റിയെയും ദൈവം സഹായിച്ചു വേണ്ടതായ ആരോഗ്യത്തെയും കൊടുത്തു. ഇന്നും എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുവാനായിട്ട് പ്രിയ ഓമന ആൻറ്റിക്കും ഇടയായി തീർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. PTA-യുടെയും സ്കൂളിൻ്റെയും പേരിൽ ഉള്ളതായ നന്ദി ഈ സമയത്ത് പ്രിയ ഓമന ആൻറ്റിയോട് അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വാഹന സൗകര്യം ചെയ്തു തരുന്നതിന് മുമ്പേ ഓർപ്പിച്ചല്ലോ, സൗജന്യമായിട്ടാണ് സ്കൂളിലെ വാഹനം ഓടുന്നതെങ്കിലും അതിന് പിന്നിൽ ചിലവുണ്ട്. അത് അധ്യാപകരിൽ നിന്നാണ് ചിലവുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ രാവിലെയും വൈകുന്നേരവും കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുവാനായിട്ട് നമ്മുടെ ശോഭിച്ചൻ അങ്കിളാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. തൻ്റെ വാഹനത്തിലെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കുകയും കൊണ്ടുവിടുകയും ചെയ്യുന്നുണ്ട്. ഇന്നും അദ്ദേഹം നമ്മളോടൊപ്പം ആയിരിക്കുന്നുണ്ട്. പ്രിയ ശോഭിച്ചൻ അങ്കിളോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടതായ ശബ്ദവും വെളിച്ചവും നൽകുന്നതായ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ PTA അംഗവുമായിരിക്കുന്നതായ ജിൽസൺ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ടീമാണ് നമുക്ക് വേണ്ടതായ ശബ്ദവും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തു തന്നിരിക്കുന്നത്. പ്രിയ സഹോദരനോടും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയുമല്ല ഈ സ്കൂളിലെ പ്രവർത്തനങ്ങളെ മാധ്യമങ്ങളിലേക്ക് എത്തിക്കുവാൻ, പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് മീഡിയയിൽ പ്രവർത്തിക്കുന്ന പ്രിയ അരുൺ സാറ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ കടന്നു വന്നിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും മെമ്പറെയും മറ്റ് അധ്യാപകരോടൊക്കെ സംസാരിക്കുവാനും അവരുടെയൊക്കെ വിഷ്വലൊക്കെ ചിത്രീകരിക്കുവാനും ഇടയായി തീർന്നു. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ ചാനലിൽ നമുക്ക് കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയും. അത് പുറം ലോകം അറിഞ്ഞ് അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ വരും വർഷങ്ങളിൽ കുഞ്ഞുങ്ങൾ കടന്നു വരുവാനും മുഖാന്തരമായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേക അരുൺ സാറിനോടുള്ള സ്നേഹവും നന്ദിയും PTA-യുടെ പേരും സ്കൂളിൻ്റെ പേരിലും ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. അതിന് ഇത് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ, വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാനായിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ നിങ്ങൾ വീട്ടിലിരുത്തി മനോഹരമായ രീതിയിൽ ഗാനങ്ങളും അതുപോലെ തന്നെ നൃത്തങ്ങളും ഒക്കെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങളുടെ സ്നേഹ സഹകരണങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും പേരെടുത്ത് പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. വിശിഷ്ട വ്യക്തികൾ ഇനി കടന്നു വരാനുണ്ട്. അവർ വരുന്ന മുറയ്ക്ക് അവർക്ക് ആശംസകൾക്കുള്ള സമയം വേർതിരിക്കുന്നതാണ്. ആ സമയത്ത് അവർക്ക് നന്ദിയും അറിയിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടർന്ന് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന വർഷത്തെ 2024-25 അധ്യയന വർഷത്തിൽ ഏറ്റവും അനുഗ്രഹത്തോടെ പ്രവർത്തിക്കുവാൻ സർവേശ്വരനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു.